ഹായ്, ഞാൻ ദീപ. അൺഫോൾഡിങ് മൈ മെമ്മറീസ് പാർട്ട് 6. അപ്പം നമ്മളിനി റോഡ് സൈഡിലുള്ള ഒരു വലിയ വീട്ടിലേക്ക് മാറാൻ പോവാണ്. കാരണം എൻ്റെ കല്യാണമാണ് വരുന്നത്. അപ്പോൾ ഒരു കമൻറ്റ് കണ്ടു, ലവ് സ്റ്റോറി പറയാമോ എന്നുള്ളത്. ഓൾറെഡി ഞാൻ വെഡ്ഡിങ് സ്റ്റോറിയിൽ അല്ലെങ്കിൽ വെഡ്ഡിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രണ്ടുപേരും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ആ കമ്പനിയിൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് എംപ്ലോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് എംപ്ലോയി അങ്ങ് പോയി. പിന്നെ ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാനായിരുന്നു ഓൾമോസ്റ്റ് വൺ ഓഫ് ദ ഫസ്റ്റ് 5 ഞാൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ തുടങ്ങിയ സമയത്ത്, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഞാൻ തുടങ്ങിയ സമയത്ത് എന്ന് പറയുമ്പോൾ ഒരു വീട്, ഒരു 2 നില കെട്ടിടം, അതിൻ്റെ താഴത്തെ നില നമ്മൾ ഓഫീസായിട്ട് കൺവേർട്ട് ചെയ്ത് പഴയ കുറേ മേശയും കസേരയൊക്കെ എടുത്തിട്ട്, അതായത് പ്ലൈവുഡ് ഒന്നും ഭയങ്കര തേക്കാത്ത പോഷല്ലാത്ത ഇതൊക്കെ വെച്ചിട്ടുള്ള മേശയും കസേരയൊക്കെ വെച്ചിട്ട് പ്ലാസ്റ്റിക് കസേരയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സെറ്റപ്പായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഓഫീസ് എന്ന് പറയുന്നത്. ആ ഓഫീസിലാണ് ഞാൻ 10 വർഷം ഇരുന്നത്. അപ്പോൾ ഞാനതിൽ 2000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു VB6 ഡെവലപ്പറായിട്ടാണ് എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ പരിപാടിയും, അന്നത്തെ പല പല ടെക്നോളജി ഉണ്ടെങ്കിൽ എല്ലാത്തിലും പിടിച്ചിട്ട് ഞാനൊരുവിധം എല്ലാത്തിലും ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ വരുന്ന സമയത്താണ് ഞങ്ങൾ അടുത്തൊരു വീട് വേറൊരു ഓഫീസിലേക്ക് മാറുകയാണ്. ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശ്രീകാര്യത്തായിരുന്നു, അവിടുന്ന് ഞങ്ങൾ പേട്ടയിലേക്ക് മാറുകയാണ്. അപ്പോൾ പേട്ടയിൽ വന്നു കഴിഞ്ഞപ്പം അത്യാവശ്യം കുറച്ചും കൂടി ഇച്ചിരി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെയാണ് ബിജു വരുന്നത്. അന്ന് കുറേ അധികം ആൾക്കാർ ചങ്ങനാശ്ശേരി ആ ഏരിയയിൽ നിന്ന് നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നമ്മുടെ ഡയറക്ടേഴ്സിലെ 2 പേര് പഠിപ്പിച്ചിരുന്നത് CMC എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇവർ വെച്ച് കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവിടുത്തെ കുറേ പിള്ളേരെ തന്നെയാണ് ഇവർ വിളിച്ച്. ബിജു ഒക്കെ CMCയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് ആൾക്കാരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്നത്. ഞാനല്ല, അവർ ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്നത്. അപ്പം എനിക്ക് അന്ന് ഈ ഫോണിൻ്റെ ഈ ഫോർവേഡ്സ്, നമ്മൾ ആ ടൈമിലാണ് നമ്മൾ മറ്റേ മെസ്സേജസ് ഫോർവേഡ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഫോർവേഡ്സ് കിട്ടാനും കൊടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഓഫീസിലെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന ഫോർവേഡ്സ് എടുത്ത് അന്ന് ഞാൻ MCAക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇഗ്നോയിൽ. അതായത് ഞാൻ ഈ ഓഫീസിൽ പഠിക്കാൻ കയറുന്ന അതേ ടൈമിൽ പാരലി ഞാൻ ഡിഗ്രി കഴിഞ്ഞു, അതാണ് ഓഫീസിൽ കയറുന്നത്. ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ പിറ്റേ മാസം തന്നെ ഞാൻ ഓഫീസിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ പഠിക്കുന്നതിൻ്റെ പാരലി തന്നെ എൻ്റെ അടുത്ത് ബ്രദർ പറഞ്ഞു, ബ്രദറാണ് വൺ ഓഫ് ദ ഡയറക്ടർ, കസിൻ ബ്രദർ കേട്ടോ, അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ് MCA കൂടെ നീ എടുക്കടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇഗ്നോയിൽ MCAക്ക് ചേർന്നു. അപ്പോൾ അവിടെയും കുറേ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടുത്തെ ഫോർവേഡ്സ് എടുത്ത് അങ്ങോട്ടേക്ക് കൊടുക്കും, അവിടുത്തെ ഫോർവേഡ്സ് എടുത്ത് ഇങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പോൾ ഫോർവേഡ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വലിയ സംഭവമാണെന്നാണ് അന്ന് നമ്മൾ വിചാരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഫോർവേഡ്സ് അയക്കുക, അതിന് എനിക്ക് തോന്നുന്നു എത്ര പൈസ വെച്ചൊക്കെ പോവുകയൊക്കെ ചെയ്യല്ലോ. എന്നാൽ മറ്റേ SMS പാക്ക് ഒക്കെ ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല. എനിവേ നമുക്കതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. പിന്നെ മറ്റേ ഇമെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഇമെയിൽ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുക, അതും ഇങ്ങനെ വെറൈറ്റി ഗുഡ് മോർണിംഗ് മെസ്സേജസ്, വെറൈറ്റി ഫോർവേഡ്സ്, ഇമെയിൽ ഫോർവേഡ്സ്. ഇപ്പം അതൊക്കെ ചവറാണെങ്കിലും അതിനൊരു ഫോൾഡർ തന്നെ ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് MCA ഫ്രണ്ട്സിന് ഒരു സെക്ഷൻ, ഓഫീസ് ഫ്രണ്ട്സിന് ഒരു സെക്ഷൻ, പിന്നെ ഞാൻ അന്ന് യുവദീപ്തിയിലുണ്ടായിരുന്നപ്പോൾ യുവദീപ്തിയിലെ ഫ്രണ്ട്സിന് വേറൊരു സെക്ഷൻ. അങ്ങനെ ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പം ആ ഓഫീസിൽ വെച്ചിട്ടാണ് ബിജു വരുന്നത്. അപ്പം പറഞ്ഞു വന്നത്, എല്ലാവരുടെയും മൊബൈൽ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. എനിക്കൊരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും എല്ലാവരുടെയും ലാൻഡ് ഫോൺ നമ്പർ നമുക്ക് കാണാപ്പാടൊക്കെ അറിയാമായിരുന്നു, കുറേ പേരുടെയൊക്കെ. അപ്പം അങ്ങനെ ലിസ്റ്റ് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഈ എല്ലാവരുടെയും മൊബൈൽ നമ്പർ എങ്ങനെയെങ്കിലും വാങ്ങിക്കുക, പിന്നെ അവർക്ക് ഫോർവേഡ്സ് അയക്കുക, അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക. അതാണ് എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. അപ്പം അന്ന് നമുക്ക് ഓഫീസിൽ വളരെ കുറച്ച് പെൺകുട്ടികളെ ഉള്ളൂ. ഞാനുൾപ്പെടെ കുറച്ച് പേരാണുള്ളത്, ബാക്കി എല്ലാം ആൺപിള്ളേരാണ്. അപ്പം നമ്മൾ എല്ലാവരുടെയും ഒരു സെയിം ഏജാണ് എല്ലാവരും. അതായത് എൻ്റെ അതേ പ്രായം തന്നെ അല്ല, എന്നെക്കാളും കൂടി വന്ന ഒരു 5 വയസ്സ് മൂപ്പുണ്ടായിരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിൽ 1-2 പേര് മാത്രമേ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ബാച്ചുലേഴ്സാണ്, പെണ്ണുങ്ങളാട്ടെ ആണുങ്ങളാട്ടെ. അപ്പോൾ അത് ഭയങ്കര ഒരു നമ്മളൊരു മിക്സഡ് കോളേജിൽ പഠിക്കുന്ന ഒരവസ്ഥയായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ച് അന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-30 പേര് കഷ്ടിച്ച് കാണുമായിരിക്കും ഓഫീസിൽ കേട്ടോ. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവരുമായിട്ട് നല്ല ഒരു ബോണ്ടിങ്ങിലായിരുന്നു ഞാൻ ഇരുന്നത്. പുതിയ വരുന്ന മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സംസാരിച്ച് അവരുമായിട്ടും ഒരു കണക്ഷൻ ഇട്ട് വയ്ക്കുമായിരുന്നു. ആരുമായിട്ട് ഇപ്പോൾ ഒന്നും മിണ്ടാത്തൊരവസ്ഥ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒരു റിമോട്ട് ജോബിൽ കയറിയിട്ട് എനിക്ക് ഏറ്റവും വിഷമമായിപ്പോയത് അത് ഒരു വലിയ റീസണായിരുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ടിങ്ങും കണക്ഷനും ഒന്നും ഇല്ല. യെസ്, അവിടെ അത്രയും നാൾ, എത്ര നാൾ നമ്മൾ ഓഫീസിൽ നിൽക്കുന്ന അത്ര നാളെ കണക്ഷനുള്ളൂ. എങ്കിൽ പോലും നമ്മൾ മുന്നോട്ട് ഓഫീസിലേക്ക് പോകാൻ നമുക്കൊരു ഊർജ്ജം തരുന്നത് അവിടുത്തെ ഒരു എൻവയോൺമെൻ്റ് ആണല്ലോ.
അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ആ സ്ഥലത്തേക്കാണ് ബിജു വരുന്നത്. അപ്പോൾ ബിജു വരുന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ ബിജു അവിടെ ഫ്രണ്ടിൽ ഒരു സോഫ ഉണ്ട്, അവിടെ ഇരിക്കുവാണ്. അതായത് ബാഗൊക്കെ ആയിട്ട് പുള്ളി ഫുൾ ബാഗും സെറ്റപ്പും ഒക്കെ ആയിട്ട് വന്നേക്കണം. കാരണം നമുക്ക് തന്നെ ഹോസ്റ്റലുണ്ട്, മെൻസ് ഹോസ്റ്റലും ഉണ്ട്, ലേഡീസ് ഹോസ്റ്റലും ഉണ്ട്, നമ്മൾ ഓഫീസിൻ്റെ തന്നെ ഉണ്ട്. ഇൻ ദ സെൻസ് അടുത്തടുത്തായിട്ട് കുറേ വീടുകൾ എടുത്തിട്ടുണ്ട്. ആ വീടുകളിൽ തന്നെയാണ് ഇവരെ താമസിപ്പിക്കുന്നത്. അപ്പം ബിജു അങ്ങോട്ടേക്ക് താമസിക്കാൻ വേണ്ടി വരികയാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ്, നമ്മളെ ഓഫീസ് തിരുവനന്തപുരത്താണ്, ബിജു ചങ്ങനാശ്ശേരി എന്നാണ് വരുന്നത്. അപ്പം പുള്ളി അവിടെ ഇരിക്കുന്നതാണ് ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ പുള്ളിനെ നോക്കി ചിരിച്ചപ്പോൾ പുള്ളി ചിരിച്ചില്ല. അതാണ് എൻ്റെ ആദ്യത്തെ അവഗണന, അതാണ് എൻ്റെ ആദ്യത്തെ സ്ട്രൈക്കിംഗ് പോയിന്റ്. ഞാൻ ആലോചിച്ചു ഇങ്ങേരാര് ഇത്ര തണ്ടും, ബാക്കി എല്ലാ മനുഷ്യരെ നോക്കിയാൽ ചിരിക്കില്ല, ഇങ്ങനെ വായിക്കാൻ തന്നെ കൊഴുവയാണോ എന്നൊക്കെ ഉള്ളായിരുന്നു അന്നത്തെ എൻ്റെ ചിന്ത കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നെ മൈൻഡ് ചെയ്യാത്ത, ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ, എന്തൊരു ജാടയാണ് എന്നുള്ളൊരു മട്ടിലാണ് ഞാൻ കയറി പോകുന്നത്. പിന്നെ കയറി കഴിയുമ്പോൾ നമുക്ക് ഒരുവിധപ്പെട്ട ആൾക്കാരുടെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇന്ന് പുതിയ 2 ന്യൂ ജോയിനീസ് ഉണ്ട്, അങ്ങനെ. അപ്പം അങ്ങനെ കാര്യം മനസ്സിലായി. എന്നിട്ട് എല്ലാവരും പരിചയപ്പെടുന്ന അവസ്ഥയിലാണെങ്കിലും പുള്ളി ഒന്നും മിണ്ടുന്നൊന്നുമില്ല. ഉച്ചയ്ക്ക് കഴിക്കാൻ ചെന്നിരിക്കുന്ന സമയത്താണെങ്കിലും പുള്ളി ഒന്നും സംസാരിക്കത്തൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ പുള്ളിയുടെ നെയ്ബറുണ്ട് ഞങ്ങളുടെ കൂടെ, അജു എന്ന് പറഞ്ഞിട്ട്, പുള്ളിയായിട്ട് വലിയ കമ്പനിയാണ് ഞാൻ. അപ്പം ഞാൻ നോക്കുമ്പം ഇങ്ങനെ മിണ്ടുന്നില്ല, മറ്റേ ആൾക്കാരെല്ലാം മിണ്ടുന്നുണ്ട്. ഇങ്ങർക്ക് എന്തിൻ്റെ കേടാ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ പോയി മിണ്ടിച്ച് പണി മേടിക്കില്ലേ, അതാണ് എനിക്ക് സംഭവിച്ചത്. അപ്പം പുള്ളി മിണ്ടുന്നില്ല, പുള്ളിയുടെ ഫോൺ നമ്പറും കിട്ടാൻ വകുപ്പില്ല. പിന്നെ നമുക്ക് ആ ഇടയ്ക്ക് ഏതോ ഒരു കല്യാണം വരികയാണ്. അപ്പം എല്ലാവരും കൂടെ നമ്മൾ ഒരുമിച്ച് ബസ്സിന് പോവുകയാണ്. അങ്ങനെ ബസ്സിന് പോകുന്ന സമയത്ത് എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ജോ എന്ന് പറഞ്ഞിട്ട്, പുള്ളിയും ഞാനും ഒരുമിച്ചിരുന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ ഫോൺ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആയിട്ട് എടുക്കാം. അപ്പോൾ പുള്ളിയുടെ ഫോൺ എടുത്ത് ബിജുവിൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് എൻ്റെ ഫോണിൽ ആ നമ്പർ ഫീഡ് ചെയ്ത് പിന്നെ അടുത്ത ദിവസം തൊട്ട് ഞാൻ അങ്ങോട്ട് ഫോർവേഡ്സ് അയക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളി ആസ് യൂഷ്വൽ ഫോർവേഡ്സ് ഒക്കെ അയക്കാൻ തുടങ്ങി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ്സ് അയക്കാൻ തുടങ്ങി. പിന്നെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഏതൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു നമുക്ക്, ഊട്ടിയോ കൊടൈക്കനാലോ, ആ ട്രിപ്പിനും നമ്മൾ ഒരുമിച്ച് പോയി. അന്നും സംസാരമൊന്നുമില്ല. പുള്ളി വന്ന് എന്നെ നമ്മൾ സൈക്കിൾ എടുത്ത് ഓടിക്കുന്ന സമയത്ത് പുള്ളി വന്ന് എന്നെ ഇടിയോ എന്തോ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അയ്യോ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ 1-2 ചോദ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഈ ചുരം ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും 2 സൈഡിൽ നിന്ന് ഛർദിൽ. കാരണം നമുക്ക് 2 പേർക്കും മൈഗ്രെയിനും ഉണ്ട്, ഈ എന്താ പറയുന്നത്, മോഷൻ സിക്നസ്സോ, ആ സംഭവം ഉണ്ട്. അപ്പം ഞങ്ങൾ 2പേരും തളർന്ന് ഛർദ്ദിച്ച് വശം കെട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമുക്ക് ഒരേ ലെവൽ ഓഫ് ഇതിൽ ഒരു സാധനമെങ്കിലും ഉണ്ട്, മൈഗ്രെയിൻ 2 പേർക്കും ഒരുപോലെ, മോഷൻ സിക്നസ്സും അതുപോലെ തന്നെ. അപ്പം അങ്ങനെ ഒരു ചെറിയ സംസാരത്തിലൂടെയാണ്, അത് വലിയ ഡീപ്പായിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളൊന്നും അന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ ഫോർവേഡ്സിൽ കൂടെ കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ നമ്മുടെ ആ ഫസ്റ്റ് വീടില്ലേ, നമ്മുടെ മെയിൻ വീട്, നമ്മുടെ സ്വന്തം വീട്, ആ സ്വന്തം വീടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന സമയത്ത്, പിന്നെ എൻ്റെ കല്യാണാലോചനയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഞാൻ പുള്ളിനെ വിളിച്ചിട്ട് ഇങ്ങനെ, ഇന്ന് എനിക്കൊരു കല്യാണാലോചന ഉണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ച് തുടങ്ങുവാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെയുള്ള സംസാരം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് മാറി നമ്മൾ മറ്റേ ശബരിമല കയറുന്നൊരു വീടുണ്ടല്ലോ, ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ഫോണിൽ നമ്മൾ ഫോർവേഡ്സ് അയച്ച് ഒരു ദിവസം പുള്ളി ഒരു ഫോർവേഡ് അയക്കുവാണ്. അന്നേരം നമുക്ക് 2 പേർക്കും എന്തോ ഇഷ്ടമുണ്ട്. എന്ത് കൊണ്ടാണ് ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. കണ്ടു ഇഷ്ടപ്പെട്ടതല്ല, എന്തൊക്കെയോ ക്വാളിറ്റീസ് കാരണമാണ് ഇഷ്ടപ്പെട്ടത്. എന്ത് ക്വാളിറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് പറയാൻ അറിയത്തില്ല. മേ ബി പുള്ളി ഭയങ്കര പുലിയായിരുന്നു, ഇപ്പോഴും പുലിയാണ്. മറ്റേ പ്രോഗ്രാമിങ്ങിലും ആർക്കിടെക്ചറിലും ഒക്കെ, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിലും കാര്യങ്ങളൊക്കെ പുലിയായിരുന്നു. ഞാൻ ആ ഒരു ഇത് മാത്രമാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. കാരണം എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ലെവൽ അതാണ്. നമ്മൾ സംസാരിക്കാൻ സൂപ്പറാണ്, ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യാൻ സൂപ്പറാണ്. ഞാനന്ന് അവിടെ ടീം ലീഡാണ്, പുള്ളിയും ടീം ലീഡാണെന്ന് തോന്നുന്നു. അതെ, നമ്മൾ 2പേരും ഒരേ പൊസിഷനൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ എനിക്ക് അന്ന് അവിടെ ടോപ്പിലൊരു 3-4 പേരുണ്ടായിരുന്നു. ആ ടോപ്പിലുണ്ടായിരുന്ന ഒരാളാണ്, അതായത് ടോപ്പ് ഇൻ ദ സെൻസ് നല്ല വിവരം, ഇൻ പ്രോഗ്രാമിങ്ങിൽ അത്യാവശ്യം വിവരം ഉണ്ടായിരുന്ന ആൾ, അല്ലെങ്കിൽ പുലി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരാൾ. ആ ഒരു ഇത് വെച്ചിട്ടും പിന്നെ പുള്ളി അധികം സംസാരിക്കാത്തതും ഒക്കെ നമുക്കൊരു ആരാധന തോന്നുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയാണ് നമുക്ക് പുള്ളിയായിട്ടൊരു അടുപ്പം ഫീൽ ചെയ്യുന്നത്. അല്ലാതെ വേറെ യാതൊരുവിധ നമ്മൾ ഇൻ ഡീപ്പ് ഡിസ്കഷൻസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആൾക്കാർ പറയില്ലേ, നമ്മൾ ഒത്തിരി അധികം കാര്യങ്ങൾ, ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വേണം കല്യാണത്തിലേക്ക് കിടക്കണമെന്ന്, അങ്ങനെയൊന്നും അല്ലായിരുന്നു. പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ല, മനസ്സിലായില്ലേ, ഇഷ്ടമായിരുന്നു. പക്ഷെ അത് നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടു,
നമുക്ക് അന്നത്തെ ഫോർവേഡ്സ് ഒക്കെ ഓർമ്മയുള്ളവർക്കറിയാം, എന്തെങ്കിലും പൂവിൻ്റെയോ പട്ടിയുടെയോ പൂച്ചയുടെയോ ഒക്കെ വെച്ചിട്ടുള്ള ഫോർവേഡ്സ് ആയിരിക്കും. അപ്പം അന്ന് എനിക്ക് വന്ന ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ അതിനകത്ത് പുള്ളിയായിട്ട് അയച്ചതൊന്നുമല്ല, വേറെ ആരോ ഫോർവേഡ് ചെയ്ത ഫോർവേഡ്സ് ആണ്. അപ്പോൾ അതിലൊരെണ്ണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഫൈൻഡ് യുവർ സെൽഫ് ഇൻ എ ഡാർക്ക് റെഡ് റൂം, ഡോണ്ട് ബി അഫ്രൈഡ്, അത് എന്ത് യു ആർ ഇൻസൈഡ് മൈ ഹാർട്ട്, യു ആർ സേഫ് ദെയർ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു മെസ്സേജാണ്. നമ്മുടെ ഞെക്കുന്ന ഫോണിലാണ് കേട്ടോ, കീപാഡ് ഫോണിൽ. അപ്പോൾ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന എനിക്കൊന്ന് സോണി എറിക്സണോ അങ്ങനത്തെ ചെറുതായിട്ട് ഫോട്ടോയും കൂടെ എടുക്കാൻ പറ്റുന്ന ഫോണ്, എൻ്റെ കയ്യിലിരിക്കുന്ന മറ്റേ കീപാഡ് ഫോണാണ്. അപ്പം ഞാൻ ചുമ്മാ സംഭവം കൊള്ളാലോ. അപ്പം ഞാൻ അതിന് സാധാരണ ഈ ഫോർവേഡ്സ് അയക്കുമ്പോൾ അതിന് മറുപടി അയക്കും നമ്മൾ. ചുമ്മാ ഫോർവേഡ്സ് കിട്ടിയിട്ട് അതിന് വേറൊരു ഫോർവേഡ് അയക്കുമല്ലോ ചെയ്യുന്നത്. ഈ ഫോർവേഡിന് കറസ്പോണ്ടിങ് നമ്മളൊരു മറുപടി അയക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അതൊരു കളിയായിരുന്നു. അപ്പോൾ അതിന് ഞാൻ മറുപടി അയച്ചു, ഓക്കെ, ഹൗ ലോങ് ഐ വിൽ ബി സേഫ് ഇൻ ദാറ്റ്, ആ ഹൃദയത്തിനകത്ത് ഹൗ ലോങ് ഐ വിൽ ബി സേഫ്. അപ്പോൾ പുള്ളി എത്ര നാൾ വേണമെങ്കിലും, എനിക്കിഷ്ടമുള്ള അത്രയും നാൾ എന്നുള്ളത് മറുപടി അയച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ, വാട്ട് ഇഫ് ലൈഫ് ലോങ് പറ്റുമോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കോൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ കോൾ ചെയ്തു, സംസാരിച്ചു. അന്ന് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു, അന്ന് തന്നെ ഞാൻ അമ്മച്ചെടുത്ത് പറഞ്ഞു, അമ്മച്ചി അത് അച്ചാച്ചെടുത്ത് പറഞ്ഞു. എനിക്കൊന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പള്ളിയിൽ വെച്ചെങ്ങാണ്ട് മീറ്റ് ചെയ്തു. ആ സമയത്തെങ്ങാണ്ടാണ് ബിജുവിൻ്റെ കൂടെ തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന സജിൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി ബൈക്ക് ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇത് നമ്മൾ പറഞ്ഞതിന് ശേഷം പറയുന്നതിന് മുന്നെയാണ്. അതായത് ബൈക്ക് ആക്സിഡൻറ്റിൽ നമ്മുടെ എനിക്കൊന്ന് 10-21 വയസ്സുണ്ടായിരുന്നുള്ളൂ ആ പുള്ളിക്ക്. ബിജു ആണ് ഇൻട്രൊഡ്യൂസ്, ഓരോരുത്തർ വന്നിട്ട് അടുത്ത ആൾക്കാരെ അവർ തന്നെയാണല്ലോ കൊണ്ടുവരുന്നത്. അങ്ങനെ ബിജു തന്നെ കൊണ്ടുവന്ന ഒരാളാണ് സജിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ. ചങ്ങനാശ്ശേരിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നത് ആ പുള്ളിയുടെ ഫ്രണ്ടും കൂടെ ബൈക്കിലാണ് ട്രിവാൻഡ്രം ടു ചങ്ങനാശ്ശേരി വരുകയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വരുന്ന സമയത്തോ പോകുന്ന സമയത്തോ എങ്ങാണ്ട് ആക്സിഡൻ്റ് ആയി. 2 പേരും ഓൺ ദ സ്പോട്ടിൽ മരിക്കുകയോ എന്തോ ചെയ്തു. എന്ത് പ്രശ്നം ഉണ്ടായി അത്. എന്നിട്ട് നമ്മളെല്ലാവരും മറ്റേ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മോർച്ചറിയുടെ അവിടെ പോയി നിൽക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ബോഡി എടുക്കുന്നത്. അപ്പം പുള്ളിയുടെ ഒരു ബൈക്കുണ്ട്, സജിൻ്റെ ഒരു ബൈക്കുണ്ട്. ആ ബൈക്ക് തിരിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് ഓടിച്ചു പോകുന്നത് ബിജുവാണ്. ബിജുവും വേറൊരു ഫ്രണ്ടും കൂടെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ 2 പേരും കൂടെ ഈ ബൈക്കിൽ പോകുന്നതും ബോഡി എടുക്കുന്നതും ആ ടൈമിലൊക്കെ ഞങ്ങൾ ഓഫീസിലെ മൊത്തം സ്റ്റാഫും ആ ട്രിവാൻഡ്രം മോർച്ചറി ആ ഏരിയയിൽ, മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയുടെ ആ സൈഡിലുണ്ട്. നമുക്കൊക്കെ അതൊരു ഭയങ്കര ഒരു ഷോക്കായിരുന്നു കേട്ടോ. അതിനോടൊപ്പം ആ ടൈമിലൊന്നും നമ്മൾ ബിജുവിൻ്റെ അടുത്ത് ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ സംസാരിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. എനിക്കൊന്ന് ആ ഒരു സമയത്ത് ശേഷമാണ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ കൺവെർസേഷൻ തുടങ്ങുന്നത്. അതായത് അന്ന് ബിജു വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ എനിക്ക് പേടിയായി, കാരണം എന്തെങ്കിലും പറ്റുമോ, ഭയങ്കര ഒരു കൺസേൺ ബോളായിപ്പോയി. ഒന്നൊരു അപകടം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതേ ബൈക്ക്, എനിക്ക് മറ്റേ അന്ന് ശകുനത്തിലൊക്കെ ഭയങ്കര വിശ്വാസം ഉള്ളതുകൊണ്ട് അതേ ബൈക്കിൽ തന്നെ പുള്ളിയും പോകുന്നു. ഇനി വേറൊരു അപകടം പറ്റുമോ എന്നൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി പോയി അവിടെ വീടെത്തുന്ന വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചിട്ട്, ഫോൺ ഇൻ ദ സെൻസ് മെസ്സേജ് അയച്ചിട്ട് ആർ യു സേഫ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മുടെ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ അടക്കത്തിന് പോവാണ്. അപ്പം നോർമലി ഞാനിങ്ങനെ ദൂരെയുള്ള യാത്രകളിലൊന്നും അങ്ങനെ പോകാത്ത എനിക്കെന്തോ പോകണം എന്ന് തോന്നി. അങ്ങനെ ഞാനും എനിക്കൊന്ന് ഓഫീസിൽ നിന്ന് വേറെ കുറേ പേരും എല്ലാം കൂടെ ഒരു ടെമ്പോ ട്രാവലർ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അന്ന് ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളൊരു അത്യാവശ്യം വലിയ ടെമ്പോ ട്രാവലർ, അതിനകത്ത് നിറച്ച ആയിട്ട് നമ്മൾ പോയി നമ്മൾ അടക്കത്തിന് കൂടി. അടക്കമെല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് എന്തുവാ അന്ന് നമ്മൾ ആ അടക്കം എന്ന് പറയുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞ അതേ പള്ളിയിൽ തന്നെയാണ് ഇവർ അടക്കുന്നത്. കാരണം ഇവരെല്ലാം ഒരേ ഇടവക്കാരാണ്. അങ്ങനെ ആ പള്ളിയിൽ ഞാനിങ്ങനെ അടക്കത്തിനായിട്ട് നിൽക്കുന്ന സമയത്ത് ബിജുവിൻ്റെ പപ്പാനെ കാണുന്നുണ്ട്. പക്ഷെ ബിജുവിൻ്റെ പപ്പയാണെന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ലായിരുന്നു. അപ്പോൾ അന്നേരം നമ്മുടെ കൂടെ വൈഡു എന്ന് പറഞ്ഞിട്ട് വേറൊരു പയ്യനുണ്ട്. ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു പയ്യനാണ്. ആസ്മ പേഷ്യൻ്റാണ്. പക്ഷെ പുള്ളി ഭയങ്കര ഇങ്ങനെ മറ്റേ കൊച്ചു പിള്ളേരുടെ കണക്കാണ്, ഭയങ്കര അലമ്പാ. അപ്പം പുള്ളീൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പുള്ളി ഒന്ന് അടങ്ങും. അങ്ങനെ ഒരു ഇച്ചിരി ഒരു പിരിവിരിപ്പുള്ളൊരു ടൈപ്പാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പം പുള്ളി ഞാനും കൂടെ അവിടെ നിന്നത്. അപ്പം ഞാൻ നോക്കുമ്പം അവിടെ പാചകം ചെയ്യുന്ന, അതായത് സിമിത്തേരി ഇവിടെയാണെങ്കിൽ പാചകമൊക്കെ ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഞങ്ങൾ ഈ അടക്കം നോക്കിക്കൊണ്ട് നിൽക്കുന്നത്.
ആദ്യം സജിൻ്റെ വീട്ടിൽ പോയി, വീട്ടിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി. അപ്പോഴാണ് ആ കുറുമ്പനാടം ആ ഏരിയയുടെ ഭംഗിയൊക്കെ, ഓ എന്ത് ഭംഗിയുള്ള സ്ഥലം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയാണേ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പള്ളിയിൽ പോയി. പള്ളിയിൽ സെമിത്തേരി അവിടെ ആണെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ തള്ളി വെക്കുന്ന പരിപാടി എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു, കുഴിച്ചിടുന്നല്ലായിരുന്നു, തള്ളി വെക്കുന്ന. ഇങ്ങനെ നമുക്കിപ്പം സെമിത്തേരിയിലൊന്നും കുഴിച്ചു മൂടുന്ന പരിപാടിയില്ല, കുഴിമാടം പോലല്ലല്ലോ, ഇങ്ങനെ ഓരോ സെല്ലല്ലേ, അതെന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പം അത് അവിടെ നടക്കുന്നു, നമ്മളൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നു. ഈ വൈഡു എന്തോ ഒരു അടുപ്പിൻ്റെ പുറത്ത് കയറി ചവിട്ടി ഇങ്ങനെ നിന്ന് തത്തത്താ കളിച്ചോണ്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. നമ്മൾ അങ്ങോട്ട് മാറിയിരിക്കണം എന്ന് പറഞ്ഞ് അവനെ കോളറി പിടിച്ച് വലിച്ച് താഴെയിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേക്കും പപ്പ ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെ പപ്പ നമ്മൾ വിചാരിക്കുന്ന പോലില്ല. അപ്പം അങ്ങോട്ട് നമ്മളെല്ലാവരും അടക്കം എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 4 മണിയൊക്കെ ആയി. അപ്പം ഞങ്ങൾ തിരിച്ചു പോരാനായിട്ട് പോകുന്ന സമയത്ത് ബിജു, പിന്നെ വിനീഷ്, പിന്നെ വേറെ ആരാ, എനിക്കൊന്നറിയാം ഇവർ രണ്ടുപേരും ആണെന്ന് തോന്നുന്നു ചങ്ങനാശ്ശേരിക്കാർ, വേറെ ആരെങ്കിലും ഉണ്ടായിരുന്ന, അജു. അങ്ങനെ ഇവരുടെ 3 പേരുടെയും വീട്ടിൽ കയറിയിട്ടേ പോകാമെന്നായി ഇവർ. അപ്പം എല്ലാവരുടെയും 3 പേരുടെയും വീട്ടിൽ കയറണം. അപ്പോൾ പിന്നെ ഈ 3 പേരുടെയും വീട്ടിൽ എനിക്കൊന്ന് ആദ്യം അജുവിൻ്റെ വീടാന്ന് തോന്നുന്നു, അത് കഴിഞ്ഞ് ബിജുവിൻ്റെ വീട്ടിൽ കയറി. അപ്പോൾ കല്യാണത്തിന് മുമ്പേ തന്നെ ഞാൻ ബിജുവിൻ്റെ വീടും പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞു. അമ്മേനെയും അപ്പനെയും, പിന്നെ അന്ന് മൂത്ത ചേച്ചിയും ഉണ്ട് അവിടെ, എനിക്കൊന്ന് പ്രസവത്തിന് വന്നതോ അങ്ങനെ കണ്ട. അപ്പം പുള്ളിക്കാരീനെയും എല്ലാം കണ്ട് വീടെല്ലാം പരിസരമെല്ലാം വീക്ഷിച്ച്. ഓക്കെ, അപ്പോൾ എന്നെ എപ്പോഴും കളിയാക്കുന്ന, ഓക്കെ കല്യാണത്തിന് മുന്നേ ഞാൻ പോയിട്ട് ബിജുവിൻ്റെ വീടെല്ലാം കണ്ടെന്ന് എല്ലാവരും കളിയാക്കാറുണ്ട്. അപ്പം നമ്മൾ ആദ്യം പോയി ബിജുവിൻ്റെ വീട്ടിൽ പോയി, അജുവിൻ്റെ വീട്ടിൽ പോയി, എല്ലായിടത്തുനിന്നും ചായയും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ച് കഴിച്ച്. പിന്നെ ഏറ്റവും അവസാനം വിനീഷിൻ്റെ വീട്ടിൽ പോയി, വിനീഷിൻ്റെ വീട്ടുകാരെ എല്ലാവരുടെയും വീട്ടുകാരെയൊക്കെ കണ്ട് സംസാരിച്ച്. അപ്പൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ ബിജു ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായി, 6 മണി 7 മണി എങ്ങാണ്ടായി. എന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് ഞാനും, എനിക്ക് തോന്നുന്നു ക്രിസ്സും ആയിരുന്നു എന്ന് തോന്നുന്നു ലാസ്റ്റ് ഇവിടെ. അപ്പം എന്നെ നേരെ വീട്ടിൽ കൊണ്ടാക്കുകയും എൻ്റെ വണ്ടി ക്രിസ് കൊണ്ടുപോവോ അങ്ങനെ എന്തോ ചെയ്ത്, പിറ്റേന്ന് എങ്ങാണ്ട് എനിക്ക് കൊണ്ട് തരുമോ എന്തോ ചെയ്ത്. ക്രിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ തന്നെ വേറെ വർക്ക് ചെയ്തിരുന്നൊരു 10-21 വയസ്സേ ഉള്ളൂ വേറെ പയ്യനെ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. പോകുന്ന വഴിക്കൊക്കെ ബിജു വിളിക്കാൻ തുടങ്ങി, ബിജു മെസ്സേജ് അയക്കാൻ തുടങ്ങി, എവിടെ എത്തി, വീടെത്തിയോ, ഭയങ്കര കെയറിങ്. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ നമ്മൾ പിന്നെ എനിക്ക് തോന്നുന്നു സജിൻ്റെ ചടങ്ങെല്ലാം നമ്മൾ ഇവിടെ ലൂർദ് പള്ളി വെച്ച് 1-2 7-ൻ്റെ ചടങ്ങൊക്കെ ഇവരായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്യുമോ എന്തോ ചെയ്തായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ സ്ഥിരം പള്ളിക്കാരായതുകൊണ്ട് നമ്മുടെ പള്ളി വെച്ച് തന്നെയാണ്. അപ്പോൾ പള്ളിയുടെ ടൈമിംഗ് ഒക്കെ ചോദിച്ച് ബിജു വിളിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ്റെ ഫോൺ ചോദിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കണക്ഷൻ ആയതിന് ശേഷമാണ് പിന്നെ ഈ ഒരു മെസ്സേജ് വരുന്നതും ഇതിന് യെസ് പറയുന്നതും. ഞാനത് അന്ന് തന്നെ അമ്മച്ചി എടുത്ത് പറയുന്നതും, അമ്മച്ചി അത് അച്ചാച്ചി എടുത്ത് പറയുന്നു. പിന്നെ ഒരു 1-2 ആഴ്ചക്കകത്ത് തന്നെ നമ്മൾ പള്ളി വെച്ച് ബിജുവിനെ കാണുന്നു. അച്ചാച്ചി അമ്മച്ചിയും ഒക്കെ ബിജുവിനെ കാണുന്നു. അപ്പം അന്നും ഇന്നും ഇല്ലല്ലോ, ബിജുവിന് മീശയില്ല. അപ്പം അമ്മച്ചി പറഞ്ഞു, മീശയില്ല ഈ പയ്യന്. അപ്പം ഞാൻ പറഞ്ഞു, അത് അമ്മച്ചിയുടെ വിഷയമല്ലല്ലോ, ഇത് എൻ്റെ വിഷയമല്ല, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ എന്തോ പറയുന്നുണ്ട് ഞാൻ. അത് കഴിഞ്ഞ് എന്തോന്ന് അതിൻ്റെ അടുത്ത ആഴ്ച ബിജുവും എൻ്റെ അച്ചാച്ചിയും കൂടെ ബിജുവിൻ്റെ വീട്ടിലോട്ട് പോയി വീടൊക്കെ കണ്ട് വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ട് അച്ചാച്ചി തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വളരെ പെട്ടെന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത അതിൻ്റെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാവരും കൂടെ ഉറപ്പിക്കാൻ പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അന്നങ്ങാണ്ടാണ് അമ്മച്ചി വീണത്. പിന്നെ അല്ലാന്നും ദീപ്തി പറയുന്നുണ്ട്. ഞാൻ അനിയത്തിയോട് ചോദിച്ചപ്പം ഇവള് അമ്മച്ചി വീണത് പിന്നെയാണെന്നോ അതിന് മുന്നേ ആണെന്നോ ഒക്കെ പറയുന്നുണ്ട്. മേ ബി അമ്മച്ചി അതിന് ചിലപ്പോൾ മുന്നേ ആയിരിക്കും വീണത്. കാരണം ബിജുവിനെ കാണാൻ നമ്മൾ പള്ളിയിലോട്ട് പോകുന്ന സമയത്തായിരിക്കും അമ്മച്ചി വീണത്. അല്ലാതെ ഉറപ്പീരിന് പോകുമ്പോൾ വീണാൽ പിന്നെ എങ്ങനെ അമ്മച്ചി പോകും? അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിയാണ്. അപ്പോൾ അതിൽ തിരുത്തുണ്ടേ. അതിനുശേഷം ഇവിടെ സ്ലോ ആയിപ്പോയി. ഇത് പറയണമെന്ന് വിചാരിച്ച് വന്നതല്ല ശരിക്കും. അപ്പം നമ്മൾ വീടിൻ്റെ കാര്യം തന്നെ പറഞ്ഞ് അങ്ങ് പോകാമെന്ന് വിചാരിച്ചാണ്. എനിവേ ഡീവിയേഷൻ സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെ കുറച്ച് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ റെഡിയായി ഉറപ്പീരായി. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ പ്രസവത്തിനായിട്ട്, ബിജുവിൻ്റെ മൂത്ത ചേച്ചിയുടെ പ്രസവത്തിനായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പോയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു പോയിട്ട് പിന്നെ ഏതോ ഒരു വരവുണ്ട്, ആ വരവിനകത്ത് നമ്മുടെ കല്യാണം നടക്കണം എന്നുള്ള, അതായത് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്തായിരുന്നു എന്തോ. അപ്പോൾ അത് പപ്പാടെ ബിജുവിൻ്റെ പപ്പാടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് ബിജുവിൻ്റെ പപ്പാടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി. അപ്പം അന്ന് തന്നെ എൻ്റെയും ബിജുവിൻ്റെയും കല്യാണം, ആ ഡേറ്റ് ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഡേറ്റ് ഫിക്സ് ചെയ്തത്. ഏപ്രിൽ 17, 2007 അല്ലേ? 2007 അല്ലേ? 2007 അല്ല 2008 അല്ലേ?
ഓ ഗാഡ്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, 2007 2008. എനിക്ക് ഈ ഡേറ്റ് എപ്പോഴും മാറിപ്പോകും കേട്ടോ. എൻ്റെ പിള്ളേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ഞാൻ അവരോട് തന്നെ ഒന്നും കൂടെ ചോദിക്കും, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴായിരുന്നു എന്നുള്ളത്. സോ 2007 2008 എന്തെങ്കിലും ആവട്ടെ. അപ്പം കല്യാണം ഫിക്സ് ചെയ്യുന്നു. എന്ത് പറഞ്ഞെന്ന്, ഇതിങ്ങനെയാണ് എൻ്റെ കല്യാണം നടന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് വീട്ടിലേക്ക് വരാം. കല്യാണം ഫിക്സ് ചെയ്തു, നമുക്കപ്പം വീട് മാറണം. കാരണം ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ അച്ചാച്ചിയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം നമ്മൾ ചങ്ങനാശ്ശേരി വെച്ചായിരിക്കുമല്ലോ, ചെറുക്കൻ്റെ വീട്ടിലാണല്ലോ കല്യാണം. അപ്പം നമുക്ക് വിശാലമായ ഒരു റിസപ്ഷൻ നടത്തേണ്ടതുണ്ട്. കാരണം അച്ചാച്ചിയുടെ മൂത്തമ്മളുടെ കല്യാണമാണ്. അച്ചാച്ചിക്ക് നാടൊട്ടുക്കുള്ള ആൾക്കാരെ വിളിക്കണം. നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്ത് വന്ന എല്ലാ വീട്ടിലെയും നെയ്ബേഴ്സിനെ വിളിക്കണം. അച്ചാച്ചിയുടെ പിന്നെ ഓഫീസിലെ ആൾക്കാരെ വിളിക്കണം, അച്ചാച്ചിയുടെ വർക്കേഴ്സിനെ വിളിക്കണം. അങ്ങനെ സകലമാന, പിന്നെ കുടുംബക്കൂട്ടായ്മയിലെ അന്ന് കുടുംബക്കൂട്ടായ്മ സജീവമാണല്ലോ, കുടുംബക്കൂട്ടായ്മയിലെ ആൾക്കാരെ വിളിക്കണം. അങ്ങനെ ഒരു കെട്ട ആൾക്കാരെ വിളിക്കാനുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എനിക്കധികം ഫ്രണ്ട്സൊന്നും ഇല്ല. എനിക്ക് MCയുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഓഫീസിലെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ദീപ്തിയുടെ കുറച്ച് ഫ്രണ്ട്സ്. ദീപുനൊന്നും ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല, അവൻ തീരെ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവൻ +2 എങ്ങാണ്ടാന്ന് തോന്നുന്നു. അവൻ +2-ലായോ ഇല്ലെന്ന് തോന്നുന്നു. അപ്പം ഇത്രയും പേരെ വിളിക്കണമെങ്കിൽ വിശാലമായ, നമ്മൾ വേറൊരു ഹോട്ടലോ റൂമോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു വലിയ വീട് അങ്ങോട്ട് എടുത്താൽ തീർന്നല്ലോ. അവിടെ വെച്ചങ്ങോട്ട് റിസപ്ഷൻ നടത്താം. റോഡ് സൈഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് പാർക്കിംഗ് സൗകര്യവും ഓക്കെയാണ്. അങ്ങനെ ഭയങ്കര ദീർഘവീക്ഷണത്തോടെ നമ്മൾ എടുത്തതാണ്. എനിക്കൊന്ന് പുള്ളിയുടെ പേര് ലത്തീഫ് എന്നെങ്ങാണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഓണറുടെ പേരെ. അപ്പോൾ ഒരു 2 നില കെട്ടിടം, ഇങ്ങനെ റൗണ്ട് പോലെ ഇരിക്കുന്ന ഒരു ക്രീം ആൻഡ് റെഡ് കളറിലെ ഒരു കെട്ടിടം. ഫ്രണ്ടിൽ ഒത്തിരി മുറ്റം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു വലിയ ഇങ്ങനെ ഒരു C ഷേപ്പിൽ ഒരു ഹാള്. ആ ഹാളിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വലിയ പരിപാടി നടത്താം. അപ്പം നമ്മൾ ആ വീട്ടിലോട്ട് പോയി. എനിക്ക് തോന്നുന്നു 2-3 മാസത്തിനകത്ത് തന്നെ കല്യാണം വന്നു. കല്യാണത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സമ്മതമാണ് ഫസ്റ്റ് നടക്കുന്നത്. അപ്പോൾ മനസ്സമ്മതത്തിൻ്റെ അന്ന് ഒരാഴ്ച മുന്നേ നമ്മൾ അച്ചാച്ചിയുടെ തന്നെ പണിക്കാരെ വെച്ച്, കൂടുതലും പെയിൻറ്റേഴ്സിനെ വെച്ച് ആ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചു. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒത്തൊരു വീടാണ്. അതിന് ഈ നമ്മുടെ ഫുൾ ലെങ്ത് ജനലുകളാണ് അവിടെ ഉള്ളത്. എന്നിട്ട് ഭയങ്കര ഇങ്ങനെ ചിത്രപ്പണിയുള്ള ജനലുകൾ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മറ്റേ പൊടി കയറിയിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് പെയിന്റ് അടിക്കാൻ എന്തായാലും വകുപ്പില്ലെന്ന് തോന്നുന്നു. കുറേയൊക്കെ പെയിന്റ് അടിച്ചെന്ന് തോന്നുന്നു പുള്ളിയോട് ചോദിച്ചിട്ട്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ അഴുക്ക് കയറിയിരിക്കുമ്പോൾ അതിനൊരു ബ്യൂട്ടിഫിക്കേഷൻ ഇല്ലല്ലോ. പിന്നെ തറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി തറയായിരുന്നു. മറ്റേ തറയോടിട്ട സാധനം അതാണെന്ന് തോന്നുന്നു. തറയോടില്ലേ, മറ്റേ ഒരു ടെറാക്കോട്ട ഫിനിഷ് വരുന്ന ഒരു സംഭവമായിരുന്നു. അത് നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഒരു സ്റ്റെയർ കേസ് ഇങ്ങനെ വളഞ്ഞ് മുകളിലോട്ട് പോകുന്നു. അങ്ങനെ നല്ല രസമുള്ളൊരു വീടാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ പൊടി ഇങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എത്ര ക്ലീൻ ആക്കിയിട്ടത് ക്ലീൻ ആവുന്നില്ല. അപ്പം അതിന് 2 പണിക്കാരെ വെച്ചു. തറയൊക്കെ ഒന്ന് ഉരച്ച് കഴുകാനും പിന്നെ ഈ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും 2 പണിക്കാരെ വെച്ച് എനിക്കൊന്ന് കുറേ ദിവസം എടുത്തിട്ടാണോ അതോ ഒത്തിരി പണിക്കാരെ വെച്ചിട്ടാണോ എന്തായാലും പണിയൊന്നും വൃത്തിക്ക് നടന്നില്ല. അവിടുത്തെ ബാത്റൂമൊക്കെ തന്നെ കഴുകണമെങ്കിൽ നമ്മൾ മറ്റേ വലിയ എഫേർട്ടാണ് എടുക്കേണ്ടത്. അപ്പം നമ്മുടെ വീട്ടിൽ ജോലിക്കാരൊന്നുമില്ല, നമ്മളൊക്കെ തന്നെയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പണി അച്ചാച്ചിക്ക് വേറെ ജോലിയുണ്ട്, അച്ചാച്ചി വേറെ ജോലിക്ക് പോകും, പണിക്കാരെ ഏർപ്പാടാക്കിയിട്ട് അങ്ങ് പോകും. ഇതൊക്കെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പണിക്കാരെ നിർത്താൻ ഇഷ്ടമില്ലാത്തത്. കാരണം നമ്മൾ പൈസ കൊടുക്കുന്നതല്ലാതെ ഇവർ പണിയൊന്നും ചെയ്യില്ല. ചുമ്മാ കുറച്ചു നേരം ബീഡിയും വലിച്ച് അവിടെ നിന്നിട്ട് കുറച്ചൊക്കെ തേച്ചരച്ച് അവരുടെ വീടൊന്നും അല്ലല്ലോ, അങ്ങനെ അങ്ങ് പോവും. അപ്പം സംഭവം എന്തുവാണ്, മനസ്സമ്മതത്തിൻ്റെ 2 ദിവസം മുന്നേ ആയിട്ട് പോലും വീടൊന്നും ക്ലീൻ ആയിട്ടില്ല. പിന്നെ അവസാനം കല്യാണത്തിന് തന്നെ ഇതിനിറങ്ങേണ്ടി വന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മനസ്സമ്മതത്തിൻ്റെ തലേന്ന് നമ്മളിവിടെ അന്ന് ധാത്രി ഫേസ് പാക്ക്, നമ്മൾ ബ്യൂട്ടി പാർലർ ഒന്നും പോയിട്ടില്ല, അങ്ങനെ പോകുന്നൊരു പതിവും ഇല്ല, നമുക്ക് അറിയത്തുമില്ല. ഈവൻ ഒരു ത്രെഡിങ് പോലും ഞാൻ ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ബ്യൂട്ടി പാർലറിൽ പോയൊരു ഫേഷ്യലോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഏതോ ഒരു സമയത്ത് ഇങ്ങനെ ട്രെയിനിൽ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഒരു ബുക്ക് കിട്ടി, വീട്ടിൽ തന്നെ സൗന്ദര്യ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ കണ്ട കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ അന്ന് മുഖത്ത് എന്തെങ്കിലുമൊക്കെ രക്തചന്ദനം അരച്ചിടുക, മഞ്ഞൾ അരച്ചിടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ധാത്രി ഫേസ് പാക്കൊക്കെ ഇട്ടാണ് ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് റെഡിയാക്കി. അതപ്പം എനിക്കൊന്ന് അടുപ്പിച്ച് ഒരാഴ്ച എങ്ങാണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു വെണ്മ ടാനിങ് ഒക്കെ ഒന്ന് പോയിട്ട്. കാരണം ഞാൻ കംപ്ലീറ്റ് ബൈക്കിലാണ് പോക്കും വരവും ഒക്കെ, മനസ്സിലല്ലോ. ഓഫീസിലാണെങ്കിലും ഒക്കെ പോകുന്നതും വരുന്നതൊക്കെ കംപ്ലീറ്റ് 2 വീലറിലാണ് പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് വെയിലും അടിച്ച് അന്ന് ഈ സൺസ്ക്രീമോ അല്ലെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്യത്തില്ല നമ്മൾ, മനസ്സിലായില്ലേ. മുടി തന്നെ എനിക്ക് ഷാമ്പൂ ഒന്നും ഇടാറില്ലായിരുന്നു. നമ്മൾ താളി യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാൻ ഈ ഓഫീസിൽ പോകുന്ന ഫസ്റ്റ് ടൈം എൻ്റെ കസിൻ ബ്രദറിനെ കല്യാണം കഴിക്കാനിരുന്ന, അതായത് ഇപ്പോൾ കല്യാണം കഴിച്ച പുള്ളിക്കാരി
ഗുജറാത്തിയാണ്. പുള്ളിക്കാരിയാണ് എന്നോട് പറയുന്നത്, ദീപയ്ക്ക് നല്ല മുടിയാണ്, പക്ഷെ അത് കുറച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഈ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഇങ്ങനെ യൂസ് ചെയ്യണം, ഷാംപൂ നമ്മൾ യൂസ് ചെയ്തിട്ട് പിന്നെ കണ്ടീഷണർ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്കാരിയാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ എനിക്ക് ഇതിൻ്റെ ABCD അറിയത്തില്ല. അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മൾ മറ്റേ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇപ്പോഴും. പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ. പക്ഷേ നമുക്ക് അത്യാവശ്യം അറിയാം, ഓക്കെ സ്കിൻ കെയർ ഇന്നൊക്കെ ചെയ്യണമെന്ന്. അന്ന് അതുപോലും അറിയാത്തതുകൊണ്ട് ഫുൾ ടാൻ അടിച്ചൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ കൈ ഇത്രയും ഭാഗം കറുത്ത് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ബ്ലൗസൊക്കെ ഇട്ട് കഴിയുമ്പം നല്ല വൃത്തികേടായിരുന്നു ആ സമയത്തും. കൈ കംപ്ലീറ്റ് കറുത്തിരിക്കുക. നമ്മളിങ്ങനെ സോക്സോ മറ്റേ അങ്ങനെ ഒരു പ്രൊട്ടക്ഷനും ഇല്ല കേട്ടോ. അപ്പം ഈ കല്യാണ തലേന്ന് ഇവർ ക്ലീൻ ചെയ്യാനിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ രാത്രി ഫേസ് പാക്ക് ഒക്കെ എടുത്ത് മുഖത്തിട്ടിട്ട് ഞാൻ തറ ഉരച്ച് കഴുകുവാണ്. മനസ്സിലായില്ലേ? തറയിലോട്ട് എന്തോ ലൈസോളോ അതുപോലത്തെ സാധനം എന്തോ ഒഴിച്ചിട്ട് മറ്റേ കക്കൂസ് കഴുകുന്ന ബ്രഷ് ഇട്ട് ചിലയിടത്തൊക്കെ അഴുക്കിങ്ങനെ ഇരിക്കുകയാണ്. മറ്റേ തറയോടാണല്ലോ, പോളിഷ് ചെയ്യാത്ത തറയോടാണ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ബ്രഷ് വെച്ച് ഇങ്ങനെ തേച്ചൊരച്ച്, അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അത് ക്ലീൻ ചെയ്യുന്നു. പിന്നെ ജനലിൻ്റെ ഇടയിൽ ഞാൻ മറ്റേ തുണി വെച്ചിട്ടും ബ്രഷ് ഇട്ടിട്ടും ഒക്കെ ക്ലീൻ ചെയ്യുന്നു. ഇതിനിടയ്ക്കൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ദീപ്തിയൊക്കെ ഉണ്ടായിരുന്നോ ഹെൽപ്പ് ചെയ്യാൻ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ എൻ്റെ സൈഡിൽ മാത്രമാണല്ലോ ആലോചിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പം കുറച്ച് ഏരിയ മൊസൈക്കോ മാർബിളോ എന്തോ ആണ്, പടി നല്ല നീണ്ട വലിയ ഒരു 3 സ്റ്റെപ്പാണ്. അത് ഫുൾ ഉരച്ച് തേച്ച് കഴുകുന്നു. എനിക്ക് ഓർമ്മയില്ല, എൻ്റെ മറ്റേ ഒരു രാത്രി ഒരു 10, 10:30, 11 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ നടുവൊക്കെ ഒടിഞ്ഞ്. കാരണം തലേന്നാണ് ഇവർ പണി ഒരുമാതിരി കുളമാക്കി വെച്ചു പോകുന്നത്. അന്നേരം ഞാൻ അച്ചാച്ചിടുത്ത് പറയുകയും ചെയ്തു, അച്ചാച്ചി വെറുതെ പൈസയും കൊടുത്തു, ഒരു പണി നടന്നുമില്ല, ഇങ്ങനെയാണോ എന്നൊക്കെ പറയുമ്പോൾ അച്ചാച്ചി കൂളാണ്, അച്ചാച്ചിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് അവർക്ക് അത് പറ്റത്തില്ല. അച്ചാച്ചി മറ്റേ പണിക്കാരുടെ സൈഡാണ്. ഇങ്ങനെ പണിക്കാരുടെ സൈഡ് നിന്നാണ് അച്ചാച്ചിനെ മൊത്തം കുളം തോണ്ടി ആൾക്കാർ പോയത്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പണിക്കാരെ ആരെയും ഒന്നും വിശ്വാസം ഇല്ലാത്തതാണ്. ഈ ആൾക്കാർ ഇവർ ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സമയത്തിന് ചെയ്യുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസം എനിക്ക് ഒറ്റ മനുഷ്യരോടും ഇല്ല. കാരണം ഇതുപോലത്തെ ഇൻസിഡൻസാണ്. അപ്പം ഞാൻ തലേന്ന് നിന്ന് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സാരി തേച്ച് മടക്കി പിന്നെ ആ ടൈമിൽ അവിടെ വെച്ചിട്ടാണ്, അതുവരെ എനിക്ക് ചവിട്ടുന്ന മെഷീനായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ സാരി, എൻ്റെ മന്ത്രകോടി, പിന്നെ കല്യാണ സാരി, ഇതിൻ്റെയൊക്കെ ബ്ലൗസ് ഞാൻ തയ്ക്കണം അല്ലോ. പ്ലസ് എൻ്റെ അനിയത്തിക്ക് ചുരിദാർ ഞാനാണ് തയ്ച്ചു കൊടുക്കണ്ടേ 2 ചടങ്ങിൻ്റെയും. എൻ്റെ അമ്മച്ചിയുടെയും ബ്ലൗസ് ഞാൻ തന്നെ അന്നേരം തയ്ച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. യെസ്, അത് തയ്ച്ച് കൊളവായിരുന്നത്. ആ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അമ്മച്ചിയുടെ ബ്ലൗസ് ഞാൻ റെഡിയാക്കി. പക്ഷെ എൻ്റെ ബ്ലൗസ് കറക്റ്റ് ആയിരുന്നു. അപ്പം ഈ ബ്ലൗസും ഇത്രയും തുണിയും തയ്ക്കാനുള്ളപ്പം നമ്മൾ ചവിട്ടി തയ്യൽ എന്ന് പറയുന്നത് നമുക്ക് നടക്കാത്ത കാര്യമായതുകൊണ്ട് അച്ചാച്ചി എന്നെയും കൊണ്ട് ആദ്യമായിട്ട് ആയുർവേദ കോളേജ് ജംഗ്ഷനിലുള്ള ഉഷയുടെ ഷോറൂമിൽ പോവാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന മനുഷ്യൻ പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക് ഡെസ്ക്ടോപ്പ് മെഷീൻ അത് നല്ലതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമുക്കതെടുത്തു. അതാണ് എൻ്റെ ആദ്യത്തെ ഫാഷൻ മേക്കറാണ്, ഉഷ ജനോമിൻ്റെ ഫാഷൻ മേക്കർ. ഒരു അയൺ അല്ലെങ്കിൽ അയൺ ബോഡിയാണ് അതിൻ്റെ. ഇപ്പം നമുക്കെല്ലാം പ്ലാസ്റ്റിക് ബോഡിയാണ് കിട്ടുന്നത്. അന്ന് അയൺ ബോഡിയാണ്. അത് ഈ കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ വരെ ഉണ്ടായിരുന്നു. ഞാനതെടുത്ത് ഇവിടെ വരുന്ന ഹരിതകർമ്മസേനയ്ക്ക് തന്നെ കൊടുത്തു. കാരണം അത് ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇടയ്ക്ക് അന്നയ്ക്ക് കൊടുത്തായിരുന്നു, അന്നയ്ക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല മെഷീനായിരുന്നു. അപ്പം അത് വെച്ചിട്ട് അതിൽ കുറേ ഇൻബിൽറ്റ് സ്റ്റിച്ചസും ഉണ്ട്, അല്ലാതെ നമുക്ക് തയ്യലും ഒക്കെ സൂപ്പറായിട്ട് നടക്കും. എന്നിട്ട് പിന്നെ അത് പഠിപ്പിക്കാനായിട്ട് ഒരു ലേഡി ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ലേഡി വന്നിട്ട് പോയിട്ട് എൻ്റെ സമയം പോവാണ്. അപ്പം എനിക്ക് ഓഫീസുണ്ട്, ഇതിനിടയ്ക്ക് ഈ ലേഡി വരുന്നത് ശ്രദ്ധിക്കണം, പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് തയ്ക്കണം, അങ്ങനെ എല്ലാം കൊണ്ടും അന്നാണ് നമുക്ക് ആ ഫാഷൻ മേക്കർ കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ടെക്നിക്സ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ തയ്യൽ നമ്മുടെ ബ്ലൗസും അമ്മച്ചിയുടെ ബ്ലൗസും എൻ്റെ ബ്ലൗസും പിന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാം തേച്ചുറച്ച് കഴുകി 10, 10:30, 11 മണിയായപ്പോഴത്തേക്കും പിന്നെ പോയി രാത്രി ഫേസ് പാക്ക് ഇട്ട് മുഖമൊക്കെ കഴുകി പിന്നെ ഷാമ്പു യൂസ് ചെയ്ത് ഷാമ്പു ഒക്കെ ചെയ്ത് പിന്നെ സാരിയൊക്കെ തേച്ച് വെച്ചിട്ട് ഞാൻ കിടക്കുകയാണ്. പിറ്റേന്ന് രാവിലെ എനിക്ക് പിന്നുണ്ട് മുടിയെല്ലാം ഉണക്കിയിട്ട് പിന്നെ എൻ്റെ ഒരു പരിപാടിയുണ്ട്. കാരണം നമുക്ക് പിറ്റേന്ന് മനസ്സമ്മതമാണല്ലോ, അപ്പം മുടി കുറച്ച് സെറ്റായിരിക്കണ്ടേ. അന്ന് എൻ്റെ ആകപ്പാടെ എനിക്ക് അറിയാവുന്ന ഒരു വിദ്യ എന്ന് പറഞ്ഞാൽ 100 പിന്നൽ പിന്നിയാണ്. അന്ന് നല്ല മുടിയായിരുന്നു, ഇതുപോലത്തെ മറ്റേ ചീള് മുടിയൊന്നുമല്ല, നല്ല മുടി നല്ല നീളം. അപ്പം 100 പിന്നൽ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഇവിടുന്ന് ഒരു ഇച്ചിരി എടുത്ത് പിന്നിടും. അങ്ങനെ നിറച്ച് പിന്നിട്ട് കഴിയുമ്പോൾ പിറ്റേന്ന് രാവിലെ ഇത് അഴിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഭൂം എന്ന് പറഞ്ഞിരിക്കും. എൻ്റെ ഫാഷൻ അന്നത്തെ അതായിരുന്നു. അപ്പം ഞാൻ അത് രാത്രി ഇരുന്ന് ചെയ്യണമല്ലോ. അപ്പം മുടി ഉണങ്ങണം, മുടി ഉണങ്ങിക്കഴിഞ്ഞ് ഇത് പിന്നണം, പിന്നെയെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ രാവിലെ ഞാൻ 5 മണിക്ക് എണീറ്റിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ എനിക്ക് ആകപ്പാടെ അന്ന് ചെയ്യാൻ അറിയാവുന്ന മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മേക്കപ്പാണ്. അമ്മച്ചിയുടെ കയ്യിൽ പണ്ട് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് അച്ചാച്ചി മേടിച്ചു കൊടുത്ത ഒരു ഇതുണ്ട്, ലാക്മേയുടെ ലിക്വിഡ് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കുപ്പി. ആ കുപ്പി തന്നെ ഞാനും പോയി വാങ്ങിച്ച്, എന്നിട്ടൊരു പാണ്ടി കളർ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ച്. പിന്നെ എനിക്കൊന്ന് കണ്ണെഴുതുന്ന പരിപാടിയൊന്നും അമ്മച്ചി പണ്ടേ ഞാൻ കണ്ണെഴുതുമ്പോൾ പറയും,
അയ്യേ ഗർഭിണികളെ പോലെ ഇരിക്കുന്നെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് എനിക്ക് കണ്ണെഴുതാൻ എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കേടായിരുന്നു. ഇപ്പം എനിക്ക് കണ്ണെഴുതാതെ പുറത്ത് പോകാൻ പറ്റത്തില്ല. അപ്പം അമ്മച്ചി ഇങ്ങനെ എപ്പോൾ ഞാൻ കണ്ണെഴുതിയാലും പറയും അയ്യേ ഗർഭിണികളെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് കണ്ണെഴുതാൻ മടിയായിരുന്നു. പക്ഷെ പ്രീ ഡിഗ്രി സമയത്തെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നന്നായിട്ട് മറ്റേ ഐലൈനർ വരയ്ക്കും. അപ്പം അതിൽ ഇമ്പ്രസ്ഡ് ആയിട്ട് ഞാൻ ഐലൈനറുടെ ഫാനായിരുന്നു. അങ്ങനെ ഞാൻ ഐലൈനറൊക്കെ വരയ്ക്കാൻ എനിക്ക് അന്നേരം അറിയാമായിരുന്നു. സോ ഐലൈനർ, ലിക്വിഡ് മേക്കപ്പ്, ഐലൈനർ, ലിപ്സ്റ്റിക്ക്, പിന്നെ എൻ്റെ സ്കിന്നിൻ്റെ അതേ കളറിലൊരു പൊട്ട്, ഇതായിരുന്നു അന്നത്തെ എൻ്റെ മേക്കപ്പ്. എന്നിട്ട് മുടി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ തന്നെയാണ് സാരി ഉടുത്തത്. മുടി അപ്പം ഞാൻ അതിന് രാവിലെ 5:30 എണീറ്റ് ഓർത്തോണം, കാരണം 8:30 ആകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങുമല്ലോ. എന്നിട്ട് ഞാൻ മുടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് പിന്നലെ കഴിച്ച് മുടി ചീകിയതിന് ശേഷം ഇവിടുന്ന് കുറച്ചെടുത്ത് ഇവിടുന്നും അങ്ങനെ ഒരു 3-4 ഇവിടുന്ന് 3 പാർട്ടീഷൻ എടുത്ത് ചെറുതായിട്ട് പിന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് മുടി അങ്ങ് അഴിച്ചിട്ടു. എന്നിട്ട് ഇത്രയും ഈ ഇതിലെല്ലാം നമ്മൾ ചെറിയ മറ്റേ പിന്നുണ്ടല്ലോ, അറ്റത്ത് സ്വർണ്ണ കളർ പിന്ന് ഉള്ള മറ്റേ മൊട്ടു സൂചി പോലെ ഇരിക്കുന്ന സാധനം, അത് ഞാനിങ്ങനെ ഒട്ടിച്ച്, പിന്നെന്തോ നമുക്കിങ്ങനെ ഒട്ടിക്കാൻ കിട്ടും, തലമുടിയിൽ ഒട്ടിക്കാൻ കിട്ടും അതും എല്ലാം വാങ്ങിച്ചേച്ച് അത് ഞാൻ തന്നെ എന്ത് പാടുപെട്ട് അത് ഞാൻ തന്നെ സെറ്റ് ചെയ്ത്, എനിക്ക് കാണാനൊന്നും വയ്യ, അതൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത്. അപ്പം എൻ്റെ ഫ്രണ്ട്സ്, നമ്മുടെ ഓഫീസിലെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ നേരത്തെ ഇവരെല്ലാം ബാക്കിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ പറയും എടാ നോക്കടാ ദീപയുടെ തലയിൽ മുൾക്കിരീടം. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് ഒരു അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അത് ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ ഫോട്ടോ കൊടുക്കും, നമ്മൾ ആരെങ്കിലുമൊക്കെ കാണട്ടെ. അപ്പം അങ്ങനെയാണ് മനസ്സമ്മതം നടക്കുന്നത്. എൻ്റെ നടുവൊടിഞ്ഞില്ലെന്നേ ഉള്ളൂ. പിന്നെ സാരിയൊക്കെ എത്ര കൊടുത്തിട്ടും ശരിയാവുന്നില്ല. മറ്റിങ്ങനെ വൺ സൈഡ് പ്ലീറ്റിൽ ഇട്ടിട്ട് വൺ സൈഡാണ് ഉടുത്തത് ഞാൻ. പിന്നെ ഫോട്ടോ എടുക്കും. അപ്പോൾ അന്നാണ് നമ്മുടെ പ്രൊഫഷണലി ഒരാൾ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അച്ചാച്ചിയുടെ ഒരു ഫ്രണ്ട്, നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ തന്നെ ഒരാളെ വന്ന് ഫോട്ടോ എടുക്കുന്നത്. പുള്ളി വന്നിട്ട് ഞാനിങ്ങനെ നന്നായിട്ട് ചിരിക്കുമ്പോൾ പുള്ളി പറയും എൻ്റെ പല്ല് പൊങ്ങിയിരിക്കുമായിരുന്നു, ഞാൻ ഒന്നും വണ്ണവും ഇല്ല. അപ്പോൾ പല്ല് പൊങ്ങിയിരിക്കുന്നതായിരുന്നുകൊണ്ട് എനിക്കൊരു കോംപ്ലക്സ് ഉണ്ട്, ഈ ചിരിക്കുമ്പോൾ എൻ്റെ പല്ല് പൊങ്ങുമ്പോൾ അപ്പോൾ പുള്ളിയാണെങ്കിലും ഇത്രയും തുറന്ന് ചിരിക്കണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ള കോൺഫിഡൻസും കൂടെ പോകും. അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യം ചിരിക്കുമ്പോഴും ഇങ്ങനെ പപ്പ് കടിച്ചാൽ ഞാൻ ചിരിച്ചോണ്ടിരുന്നത്, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴാണെങ്കിൽ ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 32 പല്ലും പുറത്തായിരിക്കും. പക്ഷെ അന്ന് എനിക്ക് ചിരിക്കാൻ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് കോൺഫിഡൻസ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കല്യാണത്തിൻ്റെ സമയത്ത് ബിജുവിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ പുള്ളി പറഞ്ഞ് എൻ്റെ മോളെ നല്ല ചിരിയാണ്, നന്നായിട്ട് അങ്ങോട്ട് ചിരി, നീ ഈ പപ്പ് കടിച്ച് ചിരിക്കാതെ അങ്ങോട്ട് വാ തുറന്ന് ചിരിക്കാൻ പറഞ്ഞു. അതാണ് എനിക്ക് കുറച്ചൊന്ന് കോൺഫിഡൻസ് കിട്ടിയത്. ഓക്കെ, ചിരിക്ക് കുഴപ്പമൊന്നുമില്ല. അന്ന് ശരിക്കും ഇങ്ങനെ ചിരിക്കുമ്പോൾ നമ്മൾ പല്ലിങ്ങനെ പൊങ്ങി വരുന്നു എന്ന് അമ്മച്ചിയും ഒക്കെ പറയാറുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒന്ന് പല്ല് തള്ളിയിരിക്കുക, പിന്നെ നമ്മൾ ഭയങ്കര മേലിഞ്ഞിരിക്കുക. ഇപ്പം എൻ്റെ പല്ല് തള്ളിയിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാത്ത എന്നാന്ന് വെച്ചാൽ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നുണ്ട്. അപ്പം അന്ന് ഒന്ന് ഉണങ്ങിയിരിക്കുന്ന, അതിൻ്റെ കൂടെ അന്ന് ഉണങ്ങിയിരിക്കുന്നെങ്കിൽ പോലും ബിജുവിനേക്കാളും എനിക്ക് വണ്ണമുണ്ട്, വെയിറ്റും ഉണ്ട്, കാണുമ്പോൾ വണ്ണവും ഉണ്ട്. അപ്പം അതൊരു ഭയങ്കര ഒരു പ്രയാസമായിരുന്നു എനിക്ക്. കാരണം ആനയും അമ്പാരിയും പോലെ ഇരിക്കും, അത് ഫോട്ടോ കണ്ടാൽ അറിയാം. അപ്പം എന്താ പറഞ്ഞ, ഇപ്പം ഇത് മനസ്സമ്മതം കഴിഞ്ഞ് മേക്കപ്പ് പറഞ്ഞ് പിന്നെ ഞാൻ കല്യാണത്തിന് ഞാൻ തന്നെ ഒരുങ്ങി കേട്ടോ. കല്യാണത്തിനും ഇതുപോലെ തന്നെ കല്യാണം, പക്ഷെ ഞങ്ങൾ ചങ്ങനാശ്ശേരി പോയിട്ടാണ് കല്യാണം. അപ്പോൾ മനസ്സമ്മതം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത ആഴ്ച തന്നെയാണ് മനസ്സമ്മതം. ഏപ്രിൽ 5 ആണെങ്കിൽ ഏപ്രിൽ 17 കല്യാണം. അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നായിട്ട് നമ്മൾ നാട്ടിൽ എല്ലാവരും, ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ഭാഗത്താണ്. അപ്പോൾ ആദ്യം ആലപ്പുഴയിൽ പോയിട്ട് എല്ലാവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഈ ട്രിവാൻഡ്രത്ത് നിന്ന് ആലപ്പുഴ എത്തുമ്പോൾ തന്നെ ആലപ്പുഴയിലെ മറ്റേ ആ ഒരു ഉപ്പുവെള്ളവും പ്ലസ് അവിടുത്തെ കാറ്റും അടിച്ചു കഴിയുമ്പോൾ ഞാൻ കംപ്ലീറ്റ് അങ്ങ് കറക്കും. അതെൻ്റെ ഒരു നോർമൽ നേച്ചറാണ് കേട്ടോ. അത് എനിക്ക് അറിഞ്ഞുകൂടാ അത് എന്തുകൊണ്ടാണെന്ന്. ഇടയ്ക്ക് ഞാൻ മറ്റേ മംഗളം മനോരമയൊക്കെ നോക്കിയിട്ട് പാൽപ്പാടയും മഞ്ഞളും കൂടെ മുഖത്ത് തേച്ചിടുന്ന അതായത് ആ ഒരു പ്രോസസ്സ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. കല്യാണത്തിൻ്റെ തലേന്ന് നമ്മൾ സ്തുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിലും ചങ്ങനാശ്ശേരിയിലുള്ള മുതിർന്ന ആൾക്കാരെയൊക്കെ കാണാൻ പോവാണ്, അച്ചാച്ചിയുടെ വല്യമ്മച്ചിനെയും ഒക്കെ കാണാൻ പോവാണ് സ്തുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, നമ്മൾ ഇപ്പം ഹിന്ദുക്കൾക്കാണെങ്കിൽ മറ്റേ എന്താ പറയുന്നത്, വെറ്റിലയും ഇതൊക്കെ കൊടുക്കില്ലേ, അതുപോലത്തെ ഒരു പരിപാടി. കല്യാണത്തിന് വരാൻ പറ്റാത്തവരൊക്കെ നമ്മൾ നേരിട്ട് പോയി കണ്ട് സ്തുതി കൊടുക്കുക. അപ്പോൾ ആ പരിപാടിക്ക് ആലപ്പുഴ മൊത്തം ഒരു ദിവസം കറങ്ങിയപ്പോൾ തന്നെ ഞാൻ അങ്ങ് കറുത്ത്, എനിക്കങ്ങ് ഭയങ്കര സങ്കടമായിപ്പോയി. ചേട്ടാ ഇതെന്നാ ഭയങ്കര പ്രയാസമായിപ്പോയി നമുക്ക്.
അപ്പം ഞാൻ അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ടിൻഡു, എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന. അപ്പോൾ പുള്ളിക്കാരി എനിക്കൊന്ന് പിറ്റേന്ന് കല്യാണത്തിന് വന്നു, പക്ഷേ പുള്ളിക്കാരിനെ ഞാൻ ഫോൺ വിളിച്ചു. എൻ്റെ ടിൻഡു മുഖമൊക്കെ ആകെ കറുത്തിനി, ഇപ്പം എന്നാ ചെയ്യും? അന്നും എൻ്റെ മേക്കപ്പ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ മുഖം അങ്ങ് വല്ലാണ്ടായിപ്പോയി. ടിൻഡു എന്നാ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ടിൻഡുവിനെ വിളിച്ചപ്പോൾ ടിൻഡു ഒരു പുടിക്കൈ പറഞ്ഞു തന്ന്. ടിൻഡു പറഞ്ഞു, എന്നെ ദീപ ചേച്ചി എന്ന് തന്നെയാണ് വിളിക്കുന്നത്, അത് ദീപ എന്നാണോ വിളിക്കുന്നത്? അപ്പം തക്കാളി എടുത്തിട്ട് മുഖത്ത് തേച്ച് കുറച്ച് നേരം നിന്നിട്ട് കഴുകിക്കളയുക, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ടിപ്പ് പറഞ്ഞു തന്നു. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് അങ്ങോട്ട് ഏൽക്കുന്നില്ലല്ലോ ടിൻഡു, എന്തെങ്കിലും പെട്ടെന്ന് റെമഡി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ടിൻഡു മറ്റേ അന്നാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി ഈ ധാത്രി ഫേസ് പാക്കും അല്ല അന്ന് എന്തോ ക്രീമോ എന്തോ ക്രീമും എന്തൊക്കെ പറഞ്ഞു തന്ന് എനിക്ക്, എന്തോ ക്രീം ഇട്ട് കഴുകാനും പിന്നെ ഐസ് പാക്ക് ഇടാനും. അന്ന് എന്തോ ഒരു ക്രീം വാങ്ങിച്ചിട്ട് ഐസും കൂടെ മിക്സ് ചെയ്ത് മുഖത്തിട്ട് ഇങ്ങനെ മുഖത്ത് തേച്ച് ഫേഷ്യൽ പോലെ ചെയ്യാനായിട്ട് പറഞ്ഞു തന്നു പുള്ളിക്കാരി. അങ്ങനെ പിന്നെ ഞാൻ രാത്രി ആയപ്പോഴത്തേക്കും ആലപ്പുഴ അന്ന് രാത്രി സ്റ്റേ അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ പോയി ആ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ അന്ന് അവിടെ ചെയ്യാൻ സമയമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പിറ്റേന്ന് ചങ്ങനാശ്ശേരി പോയി ചങ്ങനാശ്ശേരിയിലുള്ള മുതിർന്ന ആൾക്കാരെല്ലാം കണ്ട് സ്തുതിയെല്ലാം കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ ഒരു ഹോട്ടൽ എടുത്ത്, അത് ബിജു ആണ് അറേഞ്ച് ചെയ്ത് തന്നത് ഞങ്ങൾക്ക്, അവരുടെ തന്നെ കുടുംബക്കാരുടെ തന്നെ ഒരു ഹോട്ടലായിരുന്നു. ആദ്യം അച്ചാച്ചി ഒരു ഹോട്ടലിൽ പോയി കണ്ടേച്ചു വന്നേ. അപ്പം അത് ഭയങ്കര വിറ്റായിരുന്നു. അച്ചാച്ചി നമ്മൾ ചങ്ങനാശ്ശേരി കുറുമനാട് ആയ ഏരിയയിലാണ് കല്യാണം നടക്കുന്നതെങ്കിൽ അച്ചാച്ചി മറ്റേ ആ തെങ്ങണ ചന്തയുടെ ആ നടുക്ക് തന്നെ ഒരു റൂം കണ്ടുപിടിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. അതായത് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിലെ ഓണറുടെ തന്നെ ഓണർഷിപ്പിൽ എങ്ങാണ്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അവിടെ നമുക്ക് സെറ്റാണ്, റൂമുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചാച്ചി എന്ത് ചെയ്ത് ഈ പുള്ളി പറയുന്നത് കേട്ടോണ്ട് സ്ഥലം ഒന്നും നോക്കാതെ അതിനങ്ങ് അഡ്വാൻസ് കൊടുത്തു. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് അച്ചാച്ചി നമ്മൾ നന്നായിട്ട് ഒരുങ്ങാൻ പറ്റണം, AC വേണം അത്യാവശ്യം, കാരണം ഞാൻ വിയർക്കും. പിന്നെ AC എന്നുള്ള സെൻസ് അല്ല, എനിക്ക് AC വേണമെന്നുള്ളതായിരുന്നോ, ഞാൻ വിയർക്കാതെ എനിക്ക് നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത് നിന്ന് ഒരുങ്ങണം. പ്ലസ് എനിക്ക് ഇറങ്ങുമ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വരുമല്ലോ, അപ്പോൾ ഇറങ്ങുമ്പോൾ അത്യാവശ്യം ഭംഗിയുള്ളൊരു സ്ഥലമായിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വിട്ടതാണ് അച്ചാച്ചി അടുത്ത്. അച്ചാച്ചി കല്യാണം വിളിക്കാൻ പോയ ആ വഴിക്ക്, അതായത് ബിജുവിൻ്റെ വീടിൻ്റെ ഒക്കെ പുറകുവശത്തൊക്കെ നമ്മുടെ ബന്ധുക്കളുണ്ട്, അപ്പോൾ അവിടെ എല്ലാം കല്യാണം വിളിക്കാൻ പോയി ട്ട് അച്ചാച്ചി ഇയാളുടെ കെയർ ഓഫിൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അച്ചാച്ചി റൂം പോലും നോക്കാതെ അച്ചാച്ചി ഇങ്ങി പോന്നു. ഞങ്ങൾ കല്യാണത്തിൻ്റെ തലേന്നാണ് ചങ്ങനാശ്ശേരി എത്തുന്നത്. എല്ലാവരെയൊക്കെ കണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണ്, അല്ലാതെ ചങ്ങനാശ്ശേരിയിലുള്ള വീട്ടുകാരെല്ലാം കണ്ട് സ്തുതിയൊക്കെ കൊടുത്ത് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരി തെങ്ങണ ആ ഏരിയയിലെത്തുന്നത്. ചെന്ന് കണ്ട ആ മുറി കണ്ടെൻ്റെ മറ്റേ ചങ്ക് തകർന്നു പോയെന്ന് വേണം പറയാനായിട്ട്. അതായത് ഒരു കുടുസ് മുറി. അപ്പം ഞാൻ അന്ന് അച്ചാച്ചടുത്ത് പറഞ്ഞത് എനിക്ക് ഫുൾ ലെങ്ത് ഒരു കണ്ണാടിയുള്ള മുറി തന്നെ വേണം. ഫുൾ ലെങ്ത് കണ്ണാടിയുണ്ട്, പക്ഷെ പൊട്ടി തകർന്നിരിക്കുവാണെന്നേ ഉള്ളൂ. പിന്നെ ഒരു സൈഡ് മൊത്തം മറ്റേ മുറുക്കി തുപ്പിയേക്കുന്നു അതുപോലത്തെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരുവിധം അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഒരു സെൻറ്റർ ഓഫ് ദ സിറ്റി ഒക്കെ തന്നെയാണ്. തെങ്ങണ ചന്തയുടെ നടുക്ക് ഒരു ഇത് തന്നെയാണ്. പക്ഷേ ഇതൊരുമാതിരി മറ്റേ വെള്ളോടി പാർട്ടികൾ നിൽക്കുന്ന പോലെ തന്നെ. ഞാൻ പറഞ്ഞു അച്ചാച്ചി നോക്കിയിട്ടും കണ്ടിട്ടും ഒന്നുമല്ലേ ഇത് നോക്കിയത്. പക്ഷെ ചോദി ഇതിനെന്താ പ്രശ്നം, ഇതിന് കുഴപ്പമൊന്നും ഇല്ലെന്ന്. അപ്പം ഞാൻ അച്ചാച്ചി ഇത് ശരിയാവില്ല, ഇവിടുന്ന് എങ്ങനെയാണ് ഞാൻ അത് തറയിൽ നമുക്ക് നമ്മുടെ വൈറ്റ് സാരി തറയെ മുട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് ചെളിയായിരിക്കും. എന്ന് വെച്ചാൽ പരുക്കനിട്ട തറ പോലത്തെ എന്തൊരു സാധനമാണ്. ബാത്റൂം ഒന്നും നേരെ ചൊവ്വയല്ല, അടയുന്നില്ല, ജനലൊക്കെ ഒരുമാതിരി കുടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ചേച്ചി ഇവിടെയാണോ നമ്മൾ താമസിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നിട്ടാണോ ഒരുങ്ങാൻ പോണേ? എനിക്കങ്ങ് ടെൻഷൻ കയറിയിട്ട് ഞാനങ്ങ് ഭയങ്കര പാനിക്കായി. ഞാൻ പറഞ്ഞ ഞാനിങ്ങനെ ഒന്നാമതെ ഞാനിങ്ങനെ മുന്നോട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതായത് നമ്മൾ നോക്കുമ്പം അപ്പം നാളെ ഞാൻ ഇറങ്ങി വരുന്നത് ദേ ഈ ഒരു മറ്റേ ഫുൾ അലമ്പായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തൂടെയാണ്. അപ്പോൾ നമുക്കൊരു ഒരു എന്താ എൻ്റെ കല്യാണം ഇങ്ങനെ വൃത്തിയുടെ. ഞാൻ അച്ചാച്ചി എടുത്ത് തെറി വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു അച്ചാച്ചി എന്തോ പരിപാടി. അന്ന് അവിടെ മുട്ടനടി. അമ്മച്ചി എനിക്കറിയില്ല അമ്മച്ചിയൊക്കെ അമ്മച്ചിയും എന്താ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അവിടെ അച്ചാച്ചി അടുത്തൊക്കെ എന്തൊക്കെയോ പറയുന്നു. അവസാനം എനിക്ക് മനസ്സിലായി ഹോപ്പ്ലെസ്. ഇത് ഞാൻ തന്നെ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ അവിടുത്തെ സ്ഥലം അറിയത്തില്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ എങ്ങനെ ബുക്ക് ചെയ്യേണ്ടത്, എവിടെ ഹോട്ടൽ കണ്ടുപിടിക്കണം ഒന്നും അറിയത്തില്ല. അപ്പം അപ്പം തന്നെ ഞാൻ ബിജുവിൻ്റെ അടുത്ത് പറഞ്ഞു, ബിജു പണി പാളി, ഇതൊരുമാതിരി മറ്റേ ഏതാണ്ട് ഒരു പട്ടിക്കൂട് പോലത്തെ ഒരു സ്ഥലം, ഇവിടുന്ന് എങ്ങനെയാണ്, എനിക്ക് പറ്റത്തൊന്നുമില്ല, വേറെ സ്ഥലം വല്ലതും ഉണ്ടോ ബിജു എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ബിജു പറഞ്ഞു ആ സ്ഥലമുണ്ട്, നമ്മൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ബിജുവിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ ഓടി വന്നു ഞങ്ങളെ കൊണ്ട് വേറൊരു. അപ്പം നമ്മുടെ അംബാസഡർ കാറിലാണ് നമ്മൾ പോകുന്നത്. അപ്പം അച്ചാച്ചിക്ക് അത് ദഹിച്ചില്ല. ഈ സ്ഥലത്തിന് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മറ്റേ ഇപ്പം നമ്മൾ ആനി നമ്മളോട് എസ്തെറ്റിക്സ് അല്ലെങ്കിൽ എസ്തെറ്റിക് വ്ളോഗ്സ്, എസ്തെറ്റിക് സെറ്റപ്പ്, എസ്തെറ്റിക് സ്റ്റഡി സെറ്റപ്പ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഞാൻ അച്ചാച്ചി അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. ചേച്ചി ഇതല്ല. അപ്പം അച്ചാച്ചി പറയാണ്
എന്തിന് ഇത് പോരെ? അതുമല്ല അഡ്വാൻസ് കൊടുത്ത് ഇനിയിപ്പോൾ അവർ തിരിച്ചു തരുമോ? ഇല്ല, അഡ്വാൻസ് ഒന്നും തിരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ എന്നിട്ട് വേറെ സ്ഥലം, വേറെ നല്ലൊരു ഹോട്ടൽ, ഒരു പുതിയ ഹോട്ടൽ, ആ ഹോട്ടൽ തന്നെയാണോ അതോ ഹോട്ടലാണെന്ന് തോന്നുന്നു. അവിടെ ഫുഡ് ഉണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. യെസ്. അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊണ്ടുപോയത്. ബിജുവിൻ്റെ തന്നെ അവിടെ റൂമൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 2 റൂം എടുത്തെന്ന് തോന്നുന്നു. ഞാനും ദീപ്തിയായിരുന്നെന്ന് തോന്നുന്നു റൂമിൽ. ബാക്കി ഇവർ അച്ചാച്ചി അമ്മച്ചിയും ദീപും വേറെ റൂമിൽ, ഞാനും ദീപ്തിയായിരുന്നെന്ന് തോന്നുന്നു ഒരു റൂമിൽ. എന്നിട്ട് ഞങ്ങൾ അന്ന് വൈകിട്ട് എനിക്ക് ആ റൂം കണ്ടപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ അവിടെ വെച്ച് ചെയ്യുന്നു. തലമുടിയൊക്കെ കുളിച്ച്, കാരണം പിറ്റേന്ന് നമ്മൾ തല ഇങ്ങനെ കൊണ്ട കെട്ടി അതിൽ കുറെ പരിപാടിയൊക്കെ ചെയ്യാനായിരുന്നു എൻ്റെ നെറ്റൊക്കെ ഇടുന്നതിന് മുമ്പ്. അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ അതെല്ലാം സാരിയൊക്കെ എടുത്ത് വെച്ചിട്ട് രാത്രി നമ്മൾ സമാധാനമായിട്ട് കിടന്നുറങ്ങി. അപ്പോഴും ബിജു എന്നോട് പറയുന്നുണ്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ പോവാം, അല്ലെങ്കിൽ എല്ലാവരെയും ഏർപ്പാടാക്കണമോ, മേക്കപ്പിന് എന്തെങ്കിലും ഏർപ്പാടാക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ മേക്കപ്പ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യത്തില്ല. എനിക്ക് എൻ്റെ വാല്യൂ അതിലൊന്നും അല്ല ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു അന്ന് കുറച്ചൊക്കെ ഒരുങ്ങായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ പിറ്റേന്ന് നമ്മൾ രാവിലെ എണീക്കുന്നു, ഇതുപോലെ തന്നെ രാവിലെ എണീക്കുന്നു, ഒന്നും കൂടെ മേല് കഴുകുന്നു, സാരിയൊക്കെ ഞാൻ തന്നെ ഉടുക്കുന്നു, പിന്നെ മുടിയും ഞാൻ തന്നെ സെറ്റ് ചെയ്യുന്നു. ഒരു വൃത്തികെട്ട മേക്കപ്പ് ആയിരുന്നു, ഒന്നുമില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു പെന്തക്കോസ്റ്റ് ലുക്ക് എന്ന് പറയും. പെന്തക്കോസ്തുകാരെ ഞാൻ ഒന്നും പറയുന്നല്ല, കാരണം അവർ മറ്റേ വളരെ പ്ലെയിൻ ആണല്ലോ, ഒരു ആർഭാടമില്ലാത്തൊരവസ്ഥയാണല്ലോ. അപ്പം അതുപോലൊരു ഒരു രസമില്ല, മനസ്സിലായില്ലേ? പിന്നെ ഓർണമെന്റ്സ് എല്ലാം ഇടുന്നു. അന്നും ഇപ്പം ഓർണമെന്റ്സ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു 10-20 പവനാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞു, എടി അതൊരു ലുക്കില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചും കൂടെ മറ്റേ ഇമിറ്റേഷൻ ജ്വല്ലറിയും കൂടെ ഒക്കെ ഇടും, ഇപ്പോഴും ഇടുമല്ലോ. പക്ഷെ അന്ന് അതും എനിക്ക് അങ്ങനെ പറ്റൂല. ഇമിറ്റേഷൻ ജ്വല്ലറി ഒക്കെ ഇട്ട് മറ്റേ നമ്മൾ കള്ളം കാണിക്കേണ്ട ഒരാവശ്യമില്ല, അങ്ങനെ ആൾക്കാരെ കാണിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഉള്ളത് കാണിച്ചാൽ മതി. ഇത് ഷോ അല്ല, ഇത് ഷോ ചെയ്യേണ്ട ഒരാവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഈ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഒരു ഇമിറ്റേഷന്റെ ഒരു സംഭവം മതിയായിരുന്നെന്ന് എനിക്ക് തോന്നുമായിരുന്നു. ആ സ്വർണ്ണം എല്ലാം കൂടി ഇട്ടിട്ട് എനിക്കതിനൊരു ഭംഗിയും തോന്നിയില്ല. ഞാൻ തന്നെ പോയി മേടിച്ചതാണ്, എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അന്ന് ഉണ്ടല്ലോ നമുക്ക് ഈ ഷോമാലയൊക്കെ മേടിച്ചിട്ട് പിന്നെ കല്യാണം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് വേറെ സാധനം മേടിക്കുന്നത്, അങ്ങനത്തെ അതിന് വേണ്ടിയിട്ട് 2 ഷോമാലയോ എന്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാശിനും കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്ന് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ അന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, വേറെ വഴിയില്ല. ഇതല്ലാതെ വേറെ എന്തോ ഓപ്ഷൻ എന്ന് എനിക്കറിയത്തില്ല. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ റിമി ടോമിയുടെ ഒക്കെ കല്യാണം, മറ്റേ ഗോപികയുടെ ഒക്കെ കല്യാണം. അപ്പൊ അവരുടെയൊക്കെ ഫോട്ടോസൊക്കെ നമുക്ക്, റിമി ടോമിയുടെയും പിന്നെ നമ്മുടെ ജഗതിയുടെ മോളില്ലേ, പുള്ളിക്കാരിയുടെ ഒക്കെ കല്യാണം ആ ടൈമിലാണ്. അപ്പൊ ഇവരുടെയൊക്കെ വൈറ്റ് സാരി കൊടുത്ത് ഒരുങ്ങിയേക്കുന്ന ഒരു മോഡൽ നമുക്ക് വനിതയിലൊക്കെ കണ്ടിട്ട് ഒരു പരിചയമുണ്ട്. ആ പരിചയം വെച്ചിട്ടാണ് ഞാൻ ഒരുങ്ങാൻ ശ്രമിച്ചത്. പക്ഷെ അങ്ങോട്ട് എത്തിയില്ല, മനസ്സിലായില്ലേ? അവർക്ക് പ്രൊഫഷണൽ ആൾക്കാരുണ്ട്, ഞാൻ എങ്ങനെയായിട്ട് ശരിയാവുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ റെഡി ആവില്ലല്ലോ. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല രസമായിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നത് കൊണ്ട് അന്നേരം ഞാൻ ആലോചിച്ചു, എൻ്റെ ദൈവമേ മറ്റേ ഇതായിരുന്നെങ്കിൽ, മറ്റേ അച്ചാച്ചി കണ്ടുപിടിച്ച അതൊരു ലോഡ്ജ്, ഹോട്ടലല്ല, അതൊരു ലോഡ്ജ്, മനസ്സിലായില്ലേ? അവിടെ നേരം ഇറങ്ങിയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നെ. എന്തായാലും പക്ഷെ അച്ചാച്ചിക്കൊന്നും അപ്പോഴും ഇതിനെന്താ പ്രശ്നമെന്ന് അച്ചാച്ചി ചോദിക്കുന്നു. എന്തോ പ്രശ്നമെന്നോ, എൻ്റെ ടെമ്പറെല്ലാം അങ്ങോട്ട് പോയി, എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എന്തൊക്കെ പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമുക്ക് അന്ന് എൻ്റെ കസിൻ ബ്രദറിന്റെ തന്നെ വണ്ടിയാണ് എനിക്ക് അലങ്കരിച്ച് ബ്രദർ കൊണ്ടുവന്നത്. പുള്ളിക്കാരൻ തന്നെ പൂവൊക്കെ വെച്ച് പ്രൊഫഷണലി എല്ലാം ചെയ്ത് ഒരു കാറ്, ഹോണ്ട സിറ്റി ആയിരുന്നു എന്തോ. അപ്പം അതിലാണ് എന്നെ കല്യാണത്തിന് അവിടുന്ന് കുറച്ച് ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ പള്ളിയിലേക്ക്, അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് റിസപ്ഷൻ. റിസപ്ഷന് പിന്നെയും ഫോട്ടോ എടുപ്പ്, പിന്നെയും വീഡിയോ എടുപ്പ്. ആ ഫോട്ടോയും വീഡിയോ ഒക്കെ എവിടാന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ എല്ലാം CD-ലൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആൽബം അച്ചാച്ചയുടെ കയ്യിലിരിപ്പുണ്ട്. ഇതൊന്നും നമ്മൾ നോക്കുന്ന പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വേസ്റ്റ് ഓഫ് മണി ആയിരുന്നു എന്നുള്ളതാണ്. കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നാൽ മതി, അല്ലാതെ ഇതൊന്നും നമ്മൾ എപ്പോഴും നോക്കുന്നുമില്ല. പിന്നെ അന്ന് അതിനൊക്കെ ഭയങ്കരമായിട്ട് മെമ്മറിയാണ്, പക്ഷെ അന്ന് അതിനൊക്കെ വേണ്ടി ഒത്തിരി നമ്മൾ എഫേർട്ട് ഇട്ട പോലെയും, അല്ലെങ്കിൽ എന്തിനാ ഇത്രയൊക്കെ പൈസ കളയുന്നത്. എന്നാൽ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ എൻ്റെ കല്യാണത്തിന് അങ്ങനെ അധികം പൈസ കളഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മറ്റേ കല്യാണത്തിന് വേണ്ടിയിട്ട് പൂക്കളുടെ ഒരു സെറ്റപ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് സെറ്റപ്പിനോ ഒന്നും നമ്മൾ പൈസ മുടക്കിയിട്ടില്ല. മേക്കപ്പിന് പൈസ മുടക്കിയിട്ടില്ല. സാരി ആണെങ്കിലും വളരെ മിനിമൽ ആയിട്ടുള്ള, എന്നെ പോലെയുള്ള ഒരു പിശുക്കി ആയതുകൊണ്ട് തന്നെ വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സാരി ആണെങ്കിലും. നമ്മുടെ വീട്ടുകാരാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഷോ ഓഫോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഉള്ള കല്യാണമൊക്കെ വെച്ച് നോക്കുമ്പോൾ
ഞാൻ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ വളരെ നോർമലായിരുന്ന ഈവൻ സ്റ്റേജ് ഡെക്കറേഷന് പോലും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അതിന് രണ്ട് മറ്റേ രാജാ പാർട്ട് പോലത്തെ രണ്ട് കസേര കൊണ്ടിട്ട് അതിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ, കൊണ്ടിട്ട് അങ്ങനെ ഒരു സെറ്റപ്പിലായിരുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നിരുന്നത്. എന്നാൽ നല്ല ഭംഗിയായിട്ട് നടക്കുകയും ചെയ്ത് അനാവശ്യമായ പൈസയൊന്നും കളഞ്ഞിട്ടില്ല. സ്വർണം കുറച്ചൊക്കെ ഞാനും കൂടെ ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തായിരുന്നു. പിന്നെ അത്രയൊക്കെ ഉള്ളു, അങ്ങനെ വലിയ ഇതായിട്ടൊന്നും അല്ല നമ്മുടെ കല്യാണം. അങ്ങനെ എന്നുവെച്ചാൽ അത്യാവശ്യം നന്നായിട്ട്, എന്നാൽ ഈ ഓവറായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളും ഒന്നും എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. മറ്റേ മധുരം കിള്ളൽ അങ്ങനത്തെ യാതൊരു പരിപാടിയും നമുക്കില്ലായിരുന്നു. ഇപ്പോഴും ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ടല്ലോ, പൈസ ഉണ്ടെങ്കിൽ ചിലവാക്കുന്നത് നല്ലത്. പക്ഷെ എൻ്റെ കല്യാണം കാരണം അച്ചാച്ചിക്ക് കടം മേടിക്കേണ്ട ആവശ്യം വന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അതിനകത്ത് കുറച്ചൊക്കെ ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്രയും വലിയൊരു ആർഭാടത്തിലേക്ക് പോയില്ല. നമ്മൾ ആ വീട് തന്നെയായിരുന്നു നമ്മളുടെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ളൊരു ഹോള് പോലെ ആക്ട് ചെയ്തത്. അതുപോലെ ഫുഡ് കൊടുക്കാനാണെങ്കിലും നമ്മൾ മുകളിലത്തെ രണ്ടാമത്തെ ടെറസ് ആ ഏരിയ അവിടെ ഷാമിയാന കെട്ടിയിട്ട് പരിപാടികളായിരുന്നു. അതിൻ്റെയൊക്കെ ചിലവുകൾ മാത്രമേ ഉള്ളൂ. അത് അന്തകാലത്ത് നമുക്ക് അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അല്ലാതെ ഒരു കടം മേടിച്ച് കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥയിലോട്ടൊന്നും അല്ല. കാരണം അന്നേ നമുക്കറിയാം അച്ചാച്ചി കംപ്ലീറ്റ് മറ്റേ ഈ പണിയൊക്കെ കാരണം എല്ലായിടത്തും ബ്ലോക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് എനിക്കൊരിക്കലും ഒരു ലിമിറ്റ് വിട്ട് ഒരു കാര്യത്തിലോട്ടും പൈസ കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പം ബിജുവിന് അറിയാം ഞാനൊരു ഭയങ്കര പിശുക്കത്തിയാണെന്ന്. ഒരു വിധപ്പെട്ട സാധനങ്ങളൊന്നും, അതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചെരുപ്പൊക്കെ വാങ്ങിക്കാൻ പോയതാണെങ്കിലും ലോക്കൽ ഷോപ്പിൽ പോയിട്ടാണ് ചെരുപ്പൊക്കെ വാങ്ങിക്കുന്നത്. ഡ്രസ്സൊക്കെ ആണെങ്കിൽ പോലും നമ്മളിവിടുത്തെ ഏറ്റവും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന സ്ഥലം എവിടെയാണ് അവിടെ പോയിട്ടാണ്. അതായത് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ചെറുക്കൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കുറേ വിരുന്നിനൊക്കെ പോകുമ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ വേണ്ടേ, ആ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് മേടിക്കുന്നതാണെങ്കിലും എൻ്റെ അന്നത്തെ റേഞ്ച് എന്ന് പറയുന്നത് 300 രൂപ 400 രൂപ, മാക്സിമം പോയ 500 രൂപ. അതിനകത്ത് ഞാൻ മെറ്റീരിയൽ വാങ്ങിച്ച് അല്ലെങ്കിൽ സാരി വാങ്ങിച്ച് അതിൽ വർക്ക് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഡ്രസ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതെല്ലാം തയ്ച്ച് റെഡി ആക്കിയിട്ടാണ് ഞാൻ കല്യാണത്തിന് പോകുന്നത്. ഓക്കെ, പിന്നെ ഒരു പെട്ടി വാങ്ങിച്ചതാണെങ്കിലും, കല്യാണത്തിന് പെട്ടി കൊണ്ടുപോകത്തില്ലേ, പെട്ടി വാങ്ങിച്ചതാണെങ്കിലും വളരെ ഒരു സാധാ പെട്ടി. അതിന്റെ ഗുണം അറിയാനുണ്ടായിരുന്നു. പെട്ടിയിൽ സാധനമെല്ലാം നിറച്ച് 2 പിടി ഉണ്ടായിരുന്നു അതിന്, സൈഡിലും മുകളിലും. പെട്ടിയിൽ സാധനമെല്ലാം നിറച്ച് എനിക്ക് തോന്നുന്നു ഈ പെട്ടി കൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ പെട്ടിയുടെ പിടി പൊട്ടി. എന്നിട്ട് പിന്നെ മറ്റേ സൈഡിലെ പിടി വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയത്. അപ്പം ബിജുവിൻ്റെ കല്യാണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് ഞാൻ മറ്റേ ലക്ഷൂറിയസ് ലൈഫിലേക്ക് കിടക്കുന്നത്. അതായത് കുറച്ചും കൂടെ ഒക്കെ നമ്മൾ പൈസ ചെലവാക്കാൻ തുടങ്ങുന്ന ഒരു മൈൻഡ് സെറ്റ് വരുന്നത് ബിജുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം. ബിജു എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബ്രാൻഡഡ് ഒരു മനുഷ്യനാണ്. എന്തും ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ മേടിക്കത്തുള്ളൂ. ബിജു അന്നിട്ട അപ്പം ഞാനിങ്ങനെ എൻ്റെ ചെരുപ്പ് കണ്ടോ 300 രൂപയുടെ ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ ബിജു പറയും, എന്തിന് കൊള്ളായത്, ഇട്ടേക്കുന്ന ക്യൂടെക്സ് കണ്ടില്ലേ, കൊള്ളത്തില്ലത് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ക്യൂടെക്സ് മാറ്റിക്കുന്നു. പിന്നെ വേറെ നല്ല ചെരുപ്പ് എടുത്ത് തരുന്നു. അപ്പം ഞാൻ എന്നെ കൊണ്ട് ചെരുപ്പ് മേടിക്കാൻ ചെല്ലുമ്പോൾ 800 രൂപയുടെ ചെരുപ്പ്. ഇപ്പോഴും 800 രൂപയുടെ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 1000 രൂപയുടെ ചെരുപ്പ് 500 രൂപയുടെ ചെരുപ്പ് എടുക്കുമ്പോൾ ഞാൻ പറയും, അയ്യോ ഇതൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെ കാലും ഇട്ടുകൊണ്ട് നടക്കും, പൊടിയടിച്ച് പോകത്തില്ല. അതാണ് എൻ്റെ മൈൻഡ് സെറ്റ് അന്നുണ്ടായിരുന്നത്. പക്ഷേ ബിജുവിൻ്റെ കാല കിടക്കുന്ന ചെരുപ്പ് അന്ന് തന്നെ 3500 രൂപയുടെ ചെരുപ്പാണ് ബിജു കാലിലിടുന്നത്. എന്നിട്ട് പറയും ഞാൻ വർഷങ്ങളോളം യൂസ് ചെയ്യാനാണ് ഈ ചെരുപ്പ് യൂസ് ചെയ്യുന്നതെന്ന് പറയും. 6 മാസം കഴിയുമ്പോൾ ആ ചെരുപ്പ് മാറ്റും. പക്ഷെ കംഫർട്ടാണ് നമുക്ക് അത്യാവശ്യം എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റിലുള്ള മനുഷ്യനായിരുന്നു അങ്ങേര്. ഞാനെന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, പിശുക്കി എന്ന് പറഞ്ഞാൽ മറ്റേ തുപ്പൽ പിടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു. അവിടുന്ന് കംപ്ലീറ്റ് മറ്റേ ലാവിഷ് ആയതിൻ്റെ പുറകിൽ ബിജു ഒരു റീസണാണ്. നോക്കട്ടെ സമയം എത്രയായിരുന്നു, ഓൾമോസ്റ്റ് ഇറ്റ്സ് ടൈം. അപ്പം നമ്മുടെ കല്യാണത്തോടെ ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഇൻഡിക്ക കാർ വാങ്ങിച്ചു, പിന്നെ സാൻഡ്രോ കാർ വാങ്ങിച്ചു, ജീപ്പ് വാങ്ങിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ മേളിൽ തന്നെ അച്ചച്ചി അമ്മച്ചൊക്കെ താമസിക്കുന്ന അതിൻ്റെ മേളിലത്തെ നിലയിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരൊറ്റ റൂമാണ് ഉള്ളത്, ഇങ്ങനെ ഒരു വളഞ്ഞു പോകുന്ന ഒരൊറ്റ റൂം. അപ്പോൾ അവിടെയാണ് നമ്മൾ താമസിച്ചിരുന്നത്. എനിക്കൊന്ന് ഹാർഡ്ലി ഒരു ഏപ്രിലിൽ നമ്മുടെ കല്യാണം നടക്കുന്നു. പിന്നെ മെയ് ജൂൺ 2 മാസം കഷ്ടിച്ച് അവിടെ താമസിച്ചാണ്. കാരണം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബിജു ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല. അപ്പോൾ ബിജു ഓഫീസിൽ പോകും, തിരിച്ചു വരും, ഇടയ്ക്ക് അച്ചച്ചിൻ്റെ അടുത്ത് ഹായ് അച്ചച്ചി, എന്തുണ്ട് ചേച്ചി, ഇങ്ങനെ 1-2 വർത്താനം പറയുന്നു, ബിജു മാളിൽ കയറി പോകുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരുമാതിരി അമ്പിനും മില്ലിനും അടിക്കാത്ത ആൾക്കാർ, ഇവർ തമ്മിലൊരു സെറ്റാവുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റാവുന്നില്ല എന്ന സെൻസ് ഇപ്പോഴും അങ്ങനെ തന്നെ. ബിജു സംസാരിക്കുന്നതിൽ കുറവ്, ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ബിജു സംസാരിക്കത്തുള്ളൂ. അത് മറ്റേ ലൂസ് ടോക്സ് ബിജുവിന് വശമില്ല.
അപ്പോൾ അതെനിക്ക് ഇച്ചിരി ഒരു ഇതാണ്, ഇവർ തമ്മിലൊരു ഒരു ബോണ്ടിങ് വരാത്തത്. അച്ചാച്ചിയും ബിജുവായിട്ട് ഓക്കെയാണ്, അവർ രണ്ടുപേരും ഏതാണ്ട് ഒരേ ടൈപ്പ് ആയതുകൊണ്ട് അവർ തമ്മിൽ ആഗോള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യും. പക്ഷെ മൊത്തത്തിലൊരു സിങ്ക ഇല്ലായ്മയുണ്ട്. പ്ലസ് ഞാൻ നോക്കുമ്പം എൻ്റെ കൺസെപ്റ്റിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഉത്തരവാദിത്തം, ഓൾറെഡി എനിക്ക് ഉത്തരവാദിത്തം ഉണ്ട്, ഉത്തരവാദിത്തം കൂടണം. ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഉത്തരവാദിത്തത്തിനൊക്കെ ഒഴിഞ്ഞു പോകുന്നു, അങ്ങർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പം ഇതിനകത്ത് ഞാൻ നോക്കുമ്പോൾ നമ്മൾ വീടെന്ന് പറയുമ്പോൾ ഒരു എന്താണ്, നമ്മൾ തന്നെ വീട് ഫുഡ് ഉണ്ടാക്കണം, നമ്മൾ തന്നെ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം. അപ്പം അതിനുള്ളൊരു അവസരം ഇവിടെ ഇല്ല. കാരണം ഇവിടെ അച്ചാച്ചി അമ്മച്ചിയും തന്നെയാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അച്ചാച്ചി തന്നെയാണ് പച്ചക്കറിയും മറ്റേ ചിക്കനും മറ്റതും ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്, അമ്മച്ചി തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. എനിക്ക് പോയി അമ്മച്ചിയുടെ അടുക്കളയിൽ പോയി കുക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ കംപ്ലീറ്റ് ഞാൻ നോക്കുമ്പോൾ ഇതല്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞ് ബിജുവിനെ കൺവിൻസ് ചെയ്ത്, അച്ചാച്ചനെ അമ്മച്ചിനെയൊക്കെ കൺവിൻസ് ചെയ്തിട്ട് ഞാനും ബിജുവും കൂടെ വേറൊരു വീട്ടിലേക്ക് മാറുകയാണ്. കഴക്കൂട്ടം ടെക്നോ പാർക്കിൻ്റെ അടുത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു ലൈനിൽ ഒരു വീട്, നമ്മൾ 2 നില വീട് ഉണ്ട്, മേളത്തെ നിലയിൽ നമ്മൾ താമസിക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കണം. അന്ന് ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് കുറേ സാധനങ്ങൾ, ഫ്രിഡ്ജ്, സ്റ്റൗവ്, ചപ്പ്, ചവർ. അപ്പോൾ ഇതിനിടയ്ക്ക് ബിജു വരും. ബിജു വന്നിട്ട് ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ മേടിക്കാൻ പോകണമെങ്കിൽ മറ്റേ ക്വാളിറ്റി 5 സ്റ്റാർ റേറ്റിംഗ് എൻ്റെ ഫ്രിഡ്ജ്. അപ്പോഴൊക്കെ ഞാൻ അല്ലെങ്കിൽ നോക്കി ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്, ഇങ്ങനെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മൾ മറ്റേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രിഡ്ജ്, നമുക്ക് 1500 രൂപയുടെ സ്റ്റൗവ്, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഇത് നോക്കുമ്പം ബിജു പണം പോട്ടെ പ്രതാപൻ വരട്ടെ എന്നുള്ളൊരു മട്ടാണ്. അതായത് വാങ്ങിച്ചു തരികണം, വർഷങ്ങളോളം യൂസ് ചെയ്യണം, അങ്ങനത്തെ സംഭവങ്ങൾ. അങ്ങനെ കുറേ ബിജുവിൻ്റെ വകയായിട്ട് നമ്മൾ സാധനം വാങ്ങിക്കുന്നു, എൻ്റെ വകയായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നു. പിന്നെ ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്യാനും ഒതുക്കാനും ഒന്നും ബിജു ഇതിനകത്തൊന്നും ഇല്ല. ബിജുവിന് അന്നൊന്നും ഈ എങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാമെന്ന് പറഞ്ഞൊരു മനുഷ്യനായിരുന്നു അന്ന്. ഇപ്പം കംപ്ലീറ്റ് തിരിഞ്ഞേട്ടാ. പക്ഷെ അന്ന് എനിക്കപ്പം ഞാൻ വെച്ചു, ഇങ്ങനല്ല ലൈഫ് പോകേണ്ടത്. അന്ന് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് മാറുന്നു. എനിക്കൊന്ന് അവിടെ നമ്മൾ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ പോകുന്നു, പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒരു 4 മാസം അങ്ങനെ അവിടെ നിന്ന് കാണും കേട്ടോ. 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചാച്ചിക്ക് സ്ട്രോക്ക് ആവുന്നു, അച്ചാച്ചി കിടപ്പാവുന്നു. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ വേണം. സോ നമ്മൾ റിട്ടേൺ അടിക്കുന്നു. അതിനൊക്കെ പറ്റിയൊക്കെ നമുക്ക് അടുത്ത ഒരു ഇതിൽ പറയാം. അപ്പോൾ നമ്മൾ സംഭവങ്ങളെല്ലാമായിട്ട് അങ്ങോട്ട് പോയി. അത് സജി എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീടായിരുന്നു ടെക്നോ പാർക്കിനടുത്ത്. അവിടെ ഞങ്ങൾ താമസിച്ച സമയത്ത് നമ്മൾ രാവിലെ 2 പേർക്കും ബൈക്കുണ്ട്, 2 പേരും 2 സമയത്താണ് ആദ്യമൊക്കെ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ 2 പേരും 2 സമയത്താണ്. ഞാൻ നേരത്തെ കറക്റ്റ് 6:30-7 മണിയാകുമ്പോൾ വരുമെങ്കിൽ ബിജു പിന്നെയും 8:30-9 മണിയൊക്കെ ആവും. അന്നാണ് ഞാൻ ഇൻഡിവിജ്വലായിട്ട് കുക്കിംഗ്, പിന്നെ ക്ലീനിങ്, ഒരു വീടും നോക്കുന്നത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് ഇപ്പോഴായിട്ട് എനിക്ക് മടുത്ത്. അന്ന് പക്ഷെ നല്ല രസമായിരുന്നു, നല്ലൊരു വീടായിരുന്നു അത്. അതായത് ഒരു ഒറ്റ മുറിയാണ്, ഡൈനിങ് ടേബിള്, ഹാള്, കിച്ചൺ എല്ലാം ഒരു ഒറ്റ മുറിക്കകത്താണ്. എന്നിട്ട് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു മുറിയാണെങ്കിൽ ഇതിൻ്റെ നേരെ നടുക്കുന്ന് മുറിച്ചാൽ ഇവിടെ ഹാള്, ഇത് ഹാൾ കം ഡൈനിങ് എന്ന് പറയാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ഒരു പാർട്ടീഷൻ, ഒരു അര മതിൽ പോലെ വന്നിട്ട് അവിടെയാണ് കിച്ചൺ, കുഞ്ഞു കിച്ചൺ. അപ്പോൾ ആ കിച്ചൻ്റെ മോഡലാണ് നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്വന്തം വീടിൻ്റെ മേളത്തെ ഭാഗം നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്, വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. ആ ഒരു കിച്ചണിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ കിച്ചണും ഡൈനിങ്ങും ഹാളും ഒരുമിച്ച്. ഓക്കെ, അപ്പോൾ അത് അവിടെ വെച്ചിട്ടാണ് ഞാൻ അന്ന് എനിക്ക് എനിക്കിപ്പോഴും മീൻ വലിയ പിടുത്തമൊന്നുമില്ല. മീൻ കിള്ളാനൊന്നും എനിക്ക് അറിയത്തില്ല, മീൻ ക്ലീൻ ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പം അന്ന് ബിജു ഇതിലൊക്കെ എക്സ്പേർട്ടാണ്. ബിജു ഇതിന് മുമ്പേ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുള്ളതാണ്, കുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ 2 പേരും കൂടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയി കഴക്കൂട്ടം മാർക്കറ്റിൽ പോയിട്ട് മറ്റേ മീൻ മേടിക്കും, പാത്രം, കഞ്ഞി കുടിക്കാനുള്ള പാത്രം മേടിക്കുന്നു, പിന്നെ അവിടുന്ന് പച്ചക്കറി മേടിക്കുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് മറ്റേ ഒരു ബുക്ക് സ്റ്റോർ ഉണ്ട്, അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ കുറച്ച് പണിക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും കാണുമായിരിക്കും കഴക്കൂട്ടം. അവിടെ പോകുന്നു, എല്ലാം ആഴ്ച തോറും പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മറ്റേ ഈ സൂപ്പർ മാർക്കറ്റ് കൾച്ചറിലേക്ക് വരുന്നത്. ഞാൻ മനസ്സിലായി, സൂപ്പർ മാർക്കറ്റ് കൾച്ചർ, ഇതുപോലത്തെ സാധനങ്ങൾ മേടിക്കുന്ന കണക്ക് എഴുതി വയ്ക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അത് നല്ലൊരു രസമുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ അവിടെ വെച്ചു എനിക്കൊരു ഭയങ്കരമായ തലവേദന വന്നു. അപ്പം അന്ന് എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര തലവേദന വന്നിട്ട് ബിജു എന്നെ ഈ ഓഫീസിൽ നിന്ന് വിളിച്ചോണ്ട്, അന്നപ്പം നമ്മൾ ടെക്നോ പാർക്കിലേക്ക് മാറി കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ
കല്യാണം കഴിഞ്ഞ് അവധി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ടെക്നോ പാർക്കിലേക്കാണ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫീസ് ഞങ്ങൾ അങ്ങോട്ടേക്കാണ്. ഞങ്ങൾ ലീവ് എടുക്കുന്ന സമയത്ത് മറ്റെടുത്തായിരുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് ടെക്നോ പാർക്കിലേക്കാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുന്നത്. അപ്പം നമ്മൾ കുറേ വീട് അന്വേഷിച്ച് പോകുന്നതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ കഴക്കൂട്ട ഏരിയയിലുള്ള കുറേ സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് വീടൊക്കെ തപ്പി. പിന്നെ നമ്മുടെ സേഫ്റ്റി, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതാണ്, ബിജു ചിലപ്പോൾ കാണില്ല, അത് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ അടുത്തോട്ടുള്ളൊരു നടന്നു പോകാൻ പാകത്തിന് അല്ലെങ്കിൽ ബൈക്ക് എടുത്ത് പോകാൻ പാകത്തിനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ആ ഒരു വീട്ടിൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ഒരു മുറിയും കൂടെ ഉള്ളൂ, ഒരു മുറിയും ഒരു ബാത്റൂമും പിന്നെ ഈ പറയുന്ന ഹാളും കിച്ചണും എല്ലാം കൂടെ അങ്ങനെ ഒരു ചെറിയ മുറിയാണ്. പിന്നെ അതിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണർക്ക് നമ്മുടെ റൂമിലോട്ട് വരാനുള്ളൊരു ആക്സസും ഉണ്ടായിരുന്നു. അപ്പം അവർ ആ മുറി നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വീക്കെൻഡ്സിൽ നമ്മൾ ചിലപ്പോൾ അമ്മച്ചിട്ട് അവിടെ പോയി നിൽക്കും, ബിജു ചിലപ്പോൾ നാട്ടിൽ പോകും, ഞാൻ വീട്ടിലോട്ട് പോകും. അന്നേരം ഇവര് അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ പോകുന്ന സമയത്താണെങ്കിലും ഇവര് താഴേന്ന് വന്നിട്ട് ഇത് തുറന്ന് വീടിനകം എല്ലാം ക്ലീൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ക്ലീൻ ആക്കി തന്നെയാണ് ഇട്ടോണ്ടിരുന്നത്, എങ്കിൽ പോലും ഇവർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. അത് നമ്മൾ പിന്നീടാണ് നോട്ടീസ് ചെയ്ത് നമ്മൾ ഇറങ്ങി വരുമ്പം സാധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനോട് ചേർത്ത് വെച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർക്ക് ഒരു പ്രശ്നമില്ലാത്ത കണക്കാണ് അവർ പറഞ്ഞത് നമ്മൾ നോക്കാറുണ്ട് എന്നുള്ളത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനിവിടെ മുകളിൽ വാടകക്കാർ താമസിക്കുന്ന സമയത്ത് ബിജു പറയും ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കണം. ഞാൻ പറയുന്നില്ല, ഒരു വാടകയ്ക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെയാണ്. അവർ ഇറങ്ങാൻ നേരത്ത് നമ്മൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതിനകത്ത് വാടകയ്ക്ക് കൊടുത്തു നമ്മുടെ വീടാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ പ്രൈവസിക്കകത്തോട്ടോ അല്ലെങ്കിൽ അവർ ആ വീട് എങ്ങനെ ഇട്ടേക്കുന്നോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് അവരെങ്ങനെ വേണമെങ്കിലും ഇട്ടോട്ടെ, അതിന് വേണ്ടിയിട്ടാണല്ലോ അവർ വാടകയ്ക്ക് എടുത്തേക്കുന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണത്. നമ്മൾ വാടകയ്ക്ക് കൊടുത്തു, വാടകക്കാർ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ അത് വൃത്തിയാക്കുന്നില്ലയോ, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് നമ്മൾ സാധനം ഉൾപ്പെടെയാണ് കൊടുത്തേക്കുന്നത്, അപ്പോൾ അത് നശിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വെൽ മെയിൻറ്റെയിൻഡ് ആണോ, എപ്പോഴും ക്ലീൻ ആണോ എന്നൊന്നും ഞാൻ നോക്കാൻ പോകാറില്ല. അതിപ്പം നമ്മുടെ ഇവിടെ താമസിച്ചിട്ട് ഒരു 3-4 വാടകക്കാർ വന്ന് താമസിച്ചിട്ട് പോയി. ഒരു കാരണവശാൽ അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൈപ്പിൻ്റെ ഒക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പോയി നോക്കിയിട്ടുണ്ടെന്നുള്ളതല്ല, അത് അവരുടെ വീടിനകത്തോട്ട് ഞാൻ കയറാറ് പോലും ഇല്ല. ബിജുവും അങ്ങനെ പോകാറൊന്നുമില്ല. പക്ഷെ ബിജു ഇങ്ങനെ പറയും ഇടയ്ക്ക് എങ്ങാനും പോവുകയാണെങ്കിൽ ഒന്ന് നോക്കിയേക്കണേ. ഞാൻ നോക്കാറില്ല, കാരണം അത് അവരുടെ ഒരു സ്പേസ് ആണ്. അല്ലെ അവർ വാടകയ്ക്ക് എടുത്തേക്കെന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം വീട് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അവരുടെ അതിനകത്തേക്ക് നമ്മുടെ വീടാണെന്ന് പറഞ്ഞ പോലും നമുക്ക് കയറാനൊരിതില്ല. അപ്പോൾ പക്ഷേ ഞാൻ താമസിച്ചേക്കുന്ന 2 വീട്ടിലും എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഓണർ തന്നെ തുറന്ന്, നമ്മളില്ലാത്ത സമയത്ത് ഓണർ തുറന്ന് അകത്ത് കയറുന്നു, സംഭവങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ നോക്കുന്നു. അത് വീട് വൃത്തിയാവാതിരിക്കുകയോ ചെയ്തോട്ടെ, അപ്പം നമുക്ക് എന്ത് സേഫ്റ്റി ആണുള്ളത്? നമ്മൾ ആ വാടക വീട്ടിൽ നമ്മുടെ സ്വർണ്ണമായാലും പണമായാലും വെച്ചിട്ടാണല്ലോ നമ്മൾ വീട് പൂട്ടിയിട്ട് പോകണേ. ഇയാളുടെ താക്കോലിട്ട് തുറന്നകത്ത് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു വീട് നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും നമ്മൾ ചെയ്തില്ല, കാരണം പുള്ളി ഭയങ്കര ഹെൽപ്ഫുൾ ഒരാളായിരുന്നു. അടുത്ത ചേച്ചിയാണെങ്കിലും അത്യാവശ്യം ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ആ വീട്ടിൽ നിന്ന് പിന്നെ അച്ചാച്ചിക്ക് വയ്യാണ്ടാകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കഥ. സിനിമ എടുക്കാനുള്ള കഥകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. യെസ്, നിങ്ങളുടെയും ലൈഫിൽ സിനിമ എടുക്കാനുള്ള കഥകളൊക്കെ കാണും. ഇങ്ങനെ പയ്യെ ചെകഞ്ഞ് നോക്കിയാൽ മതി. ഞാൻ ശരിക്കും അൺഫോൾഡിങ് മൈ മെമ്മറീസ് മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു 10 എപ്പിസോഡ് കൊണ്ട് നിർത്താം എന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി ഈ കൂടുമാറ്റം തന്നെ കാണും കുറെ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇനിയിപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്, ഡ്രൈവിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഇന്നത്തേക്ക് നിർത്തുവാണ്. അടുത്ത കാണാം. അപ്പം ഞാൻ ഫോട്ടോസൊക്കെ തപ്പി നടന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ഇത് ഞാൻ പണ്ട് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സമ്മതത്തിൻ്റെ അന്നുള്ള പരിപാടിയാണ്. ഇത് നമ്മുടെ ലൂർദ് പള്ളി വെച്ചിട്ടാണ്. അപ്പം മനസ്സമ്മതം സാധാരണ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പം പയ്യനൊക്കെ ഇങ്ങി വരും. അപ്പം പയ്യനെ ആദ്യം കാണിച്ചപ്പം കാലയിൽ ഇട്ടേക്കുന്ന ചെരുപ്പാണ് ഞാൻ പറഞ്ഞ 3500 രൂപയുടെ ചെരുപ്പ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ലുക്ക്. ഇതെൻ്റെ തലയിൽ മുൾക്കിരീടമൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കൂ, എന്ത് കഷ്ടപ്പെട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണെന്നറിയാമോ. എൻ്റെ മേക്കപ്പ് ഒന്നും കാണാനില്ല. പക്ഷേ എൻ്റെ തലമുടി ആ സൈഡിൽ നിന്ന് നോക്കുന്ന എൻ്റെ കസിൻ സിസ്റ്ററാണ് ജിജി. അപ്പോൾ അവളുടെയൊക്കെ കല്യാണം ഞങ്ങളുടെ കല്യാണത്തിന് തൊട്ട് മുമ്പായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് അച്ഛൻ, താടത്തിലച്ഛൻ. അച്ഛന് ഞങ്ങളെ 2 പേരെയും പേഴ്സണലി അറിയാം. അപ്പോൾ അച്ഛനാണ് ഞങ്ങളുടെ മനസ്സമ്മതം നടത്തിയത്. അച്ഛനായിരുന്നു അന്ന് ഇടവക വികാരിയായിട്ട് ഇരുന്നത് കേട്ടോ. അപ്പം അച്ഛന് എന്തൊക്കെയോ കോമഡിയൊക്കെ ഇടിക്കുകയാണ്.
അപ്പം അന്ന് കണ്ടോ ഞാൻ ചിരിക്കുന്നില്ല, കാരണം എൻ്റെ ചിരി നോക്കിയേ, എൻ്റെ ചിരി പപ്പ് കടിച്ച. പിന്നെ എൻ്റെ തലമുടി നോക്കൂ, എൻ്റെ തലമുടി പുറകുവശത്തുനിന്ന് നോക്കൂ, ആ ലുക്ക് നോക്കൂ. ഇതൊക്കെ ഞാൻ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്കൊന്നും അതിൻ്റെ ഫോട്ടോ ഒന്നും വന്നിട്ടില്ല, വീഡിയോയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ടോമച്ചനാണ്. പിന്നെ ഏപ്രിൽ മാസം നമ്മുടെ ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയം അതാണ് ഇത്. അപ്പം അന്ന് എൻ്റെ മുടിയൊക്കെ കണ്ടിട്ട് എനിക്ക് ഇപ്പോൾ കൊതി വരുന്നു, എന്ത് ചെയ്യാനാണ്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അന്നത്തെ എൻ്റെ ലുക്ക് കണ്ടോ, ഞാനൊരു എന്തോ എന്നെ പിടിച്ച് കടിച്ച് തിന്നാൻ പോകുന്ന പോലെ, അല്ലെങ്കിൽ എന്നെ ഏതോ മറ്റേ ജയിലിലടയ്ക്കാൻ പോകുന്ന ഒരു ലുക്കാണ്. എനിക്ക് അന്ന് എങ്ങനെ നിൽക്കണം ഇരിക്കണം അങ്ങനെയൊന്നും അറിയത്തില്ല, അതിൻ്റെ ഒരു കുറവ് കാണാനുണ്ട്. പിന്നെ ബിജു ഭയങ്കര കോൺഫിഡൻ്റ് ആൻഡ് സുമുഖനും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് അച്ചാച്ചി അമ്മച്ചി ദീപു ദീപ്തി. അപ്പം ദീപ്തിയുടെ ചുരിദാർ അമ്മച്ചിയുടെ ബ്ലൗസൊക്കെ ഞാനാണ് തയ്ച്ചത്. ഇത് ബിജുവിൻ്റെ ഫാമിലി, പപ്പ മമ്മി പിന്നെ 4 പെങ്ങന്മാർ, പിന്നെ മൂത്ത ചേച്ചിയുടെ കൊച്ചാണ് മമ്മിയുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഇവരെയൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ വളരെ കൂറ എന്ന് എനിക്ക് തോന്നുമായിരുന്നു, കാരണം അവരൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു, ഞാൻ എങ്ങനെ വന്നാലും അങ്ങോട്ട് ഒക്കുന്നില്ലായിരുന്നു. ഇതാണ് എൻ്റെ ക്ലോസ് ലുക്ക്. എനിക്ക് അന്ന് എൻ്റെ ഈ ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ ചടങ്ങിനും ഞാൻ ഇതുപോലത്തെ ഒരു ഹെയർ സ്റ്റൈലും വെച്ചുകൊണ്ടാണ് ഞാൻ പോവാറ്. വേറെ കല്യാണമൊക്കെ വിളിച്ചാലും ഈ ഇത് തീർന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ കാറ്. അപ്പോൾ മനസ്സമ്മതത്തിനും കല്യാണത്തിനൊക്കെ പുള്ളിയുടെ കാറ് തന്നെയാണ് നമ്മളെടുത്തത്. പിന്നെ ഇതാണ് നമ്മുടെ വീടിനകത്ത് ചെയ്ത പരിപാടി. ഈ ഡെക്കറേഷനൊക്കെ ചെയ്തത് നമ്മളാട്ടോ. അതായത് ആ സാറ്റിൻ തുണി അതിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചിട്ട്, ക്രീം ആൻഡ് വയലറ്റ് സാറ്റിൻ തുണി നമ്മൾ മേടിച്ചിട്ട് അത് സെറ്റ് ചെയ്തതാണ്. ആ കസേര മാത്രമാണ് വാടകയ്ക്ക് എടുത്തത്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രദറും ബ്രദറിൻ്റെ വൈഫും. ഈ പുള്ളിക്കാരിയാണ് എനിക്ക് ഷാമ്പു ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഇതാണ് എൻ്റെ കസിൻ ബ്രദർ, നേരത്തെ കാണിച്ച കസിൻ സിസ്റ്ററിൻ്റെ ചേട്ടനാണ്, ഞങ്ങളുടെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഓഫീസിലെ ഗ്യാങ് ആണ്. ഈ ഇങ്ങനെ പല പല സെക്ഷനിലായിട്ട് ദേവന്മാരാണ് എന്ന് പറയുന്നത്, ദീപയുടെ തലയിൽ മുൾക്കിരീടം എന്ന്. ഇവരും ഞങ്ങളുടെ ഓഫീസിലെ തന്നെ ആൾക്കാരാണ്. അപ്പോൾ അന്നൊരു പട തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ ഈ ഇതിൽ കാണുമ്പോൾ ഇത് ഞങ്ങളുടെ അവിടുത്തെ സ്ത്രീജനങ്ങളാണ്. പിന്നെ നല്ല രസമായിരുന്നു അന്ന്. ഇവരെ കാണുമ്പോഴാണ് പിന്നെ ഓർമ്മ വരുന്നത്, ഇവരൊക്കെ നമ്മുടെ കൂടെ. അപ്പോൾ ഇതാണ് ആ വീട് കേട്ടോ, റോഡ് സൈഡിലുള്ള വീട്, വലിയ ഗേറ്റും വലിയ പറമ്പും ഒക്കെ ഉള്ളൊരു വീട്. ഇതൊന്ന് നേരെ പിന്നെ മെയിൻ റോഡാണ്. മെയിൻ റോഡെന്ന് പറഞ്ഞാൽ ബസ് പോവില്ല, പക്ഷെ അല്ലാണ്ട്. അപ്പോൾ ഇപ്പം നിൽക്കുന്ന ഈ ഒരു ചിരിയോ നിപ്പോ ഒന്നും അല്ല, എൻ്റെ ചിരി കംപ്ലീറ്റ് നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്ത് മാറും. ഇപ്പോഴും ഞാൻ ചിരിക്കുന്നതിൽ എനിക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ട് കേട്ടോ. അല്ല, ചിരിച്ചു കഴിഞ്ഞ് ഞാൻ താഴോട്ട് നോക്കും, കാരണം എൻ്റെ പല്ല് പൊങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു ഭയങ്കര ഒരു ഇത് നമ്മുടെ ഇതിലുണ്ട്. പിന്നെ ഈ മേക്കപ്പല്ല, ഈ ഔട്ട്ലുക്ക് മൊത്തം ഞാൻ ചെയ്തതാണ്. അമ്മയുടെ ബ്ലൗസ് ഉൾപ്പെടെ ഞാൻ തയ്ച്ചാണ്. ഞങ്ങളുടെ ബന്ധുക്കളാണ്. അപ്പം ഇത് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളാണ്. പുള്ളിക്കാരി വന്നിട്ട് എൻ്റെ ഹെയർ സ്റ്റൈലും ഇതൊക്കെ എങ്ങനെ ചെയ്തു, അപ്പം ഞാനിങ്ങനെ പറയണോ ഇത് മറ്റേ ഒട്ടിപ്പോ സാധനമാണ്. പിന്നെ ഇതൊക്കെ വെറും ഷോ ആണ് കേട്ടോ. ഞാൻ ഈ നെറ്റ് ഉൾപ്പെടെ ഒറ്റ മനുഷ്യരെ തൊടിയിക്കാതെ ഞാൻ തന്നെയാണ് ചെയ്തത്. എന്നിട്ടിത് വീഡിയോഗ്രാഫറിന് വേണ്ടിയിട്ടുള്ളൊരു വെറും പട്ടി ഷോയാണ് ഇവർ കാണിക്കുന്നത്. ഇവരൊന്നും ഞാൻ തൊടിയിച്ചിട്ടില്ല, എന്നെ ഒരുക്കാൻ ആരും വേണ്ട, ഞാൻ മതി എന്നുള്ള മട്ടിലായിരുന്നു. അപ്പോൾ ഇതാണ് ഈ സാരി. ഞാൻ രണ്ടാമത് പോയി വാങ്ങിച്ചാണ്. ആദ്യം ഒരു സാരി വാങ്ങിച്ചത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആരൊക്കെ അഭിപ്രായം പറഞ്ഞു കൊള്ളത്തില്ലെന്ന്. അപ്പം ഞാൻ ആ സാരി അവിടെ വെച്ചിട്ട് ഞാൻ വേറെ പോയി സാരി മേടിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ കുറുമ്പനാടൻ പള്ളി, ബിജുവിൻ്റെ ഇടവക പള്ളി. നമ്മളിപ്പോൾ ഇനി മാറി ഇവിടെ ലൂർദിലോട്ട് ഇടവക മാറി, ഞങ്ങൾ ട്രിവാൻഡ്രത്താണല്ലോ. ഇത് ബിജുവിൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഈ അച്ഛൻ. ഫ്രണ്ട് ഇൻ ദ സെൻസ് കുറച്ച് ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് ബിജു. എന്നുവെച്ചാൽ സെയിം പ്രായമൊന്നുമല്ലെന്ന് തോന്നുന്നു കേട്ടോ. സെയിം പ്രായമാണോ എനിക്കറിയത്തില്ല. എനിവേ, അപ്പോൾ ഇതാണ് ബിജുവിൻ്റെ മൂത്ത ചേച്ചിയാണ്. എൻ്റെ ആ നിപ്പ് കണ്ടില്ലേ, എന്തൊരു നിഷ്കളങ്കയായ കൊച്ച്, മനസ്സിലായില്ലേ? എനിക്ക് അന്നെന്നല്ല, ഒരുവിധപ്പെട്ട എപ്പോഴും എന്നെ കാണുന്ന ആൾക്കാർ പറയുന്നത് ഒന്നെങ്കിൽ ഒരു ദുഃഖഭാവം അല്ലെങ്കിൽ ഒരു പുച്ഛഭാവമായിരിക്കും എനിക്ക് എപ്പോഴും. അപ്പം എൻ്റെ ക്യൂട്ടൊക്കെ ശ്രദ്ധിച്ചോണം. ഇതൊക്കെ കണ്ടിട്ട് ബിജു എന്നെ കുറേ കളിയാക്കിയതാണ്, ഒരു സെൻസിലൊരു ഫാഷൻ സെൻസ് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇമ്പ്രൂവ് ആയി, കുറേയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ
ഇത് ഞാൻ തന്നെയാണ് ഒരുങ്ങിയത്. എൻ്റെ ഈ വെയിലൊക്കെ പിടിച്ച് പൊക്കുമ്പോൾ സൂക്ഷിച്ച് പൊക്കണം, അല്ലെങ്കിൽ എൻ്റെ തലേ മന്ത്രകോടി ഇടുമ്പോഴത്തേക്കും സൂക്ഷിച്ച് മന്ത്രകോടി ഇടണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പറഞ്ഞു പോരുമെന്നൊക്കെ ഞാൻ ഒരു സ്റ്റഡി ക്ലാസ് ബിജുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയാം ഞാനാണല്ലോ ഈ നെറ്റൊക്കെ ഒപ്പിച്ച് വെച്ചേക്കുന്നേ. അപ്പം ഇതിൻ്റെ മണ്ടലോട്ട് വയ്ക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് ഊരി പറഞ്ഞു പോകാനും ഞാൻ നാണം കെടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബിജുവിനോട് പറഞ്ഞു നല്ലോണം പൊക്കി തലവഴി ഇട്ടോണം. മറ്റേ അവിടെ ഇവിടെ ഇല്ലാത്ത അത്രയ്ക്ക് ഓവർ തിങ്കിങ് ആയിരുന്നു അന്നേ. അപ്പം ഞാൻ പള്ളിയിലോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ബിജു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ നെറ്റ് സൂക്ഷിച്ച് വേണം ഇതിടാൻ. അതുകൊണ്ട് ബിജു വളരെ സൂക്ഷിച്ചാണ് ആദ്യം ഇട്ട് താഴോട്ട് പോയി. പിന്നെ ഒന്നും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് മുഖം ഉൾപ്പെടെ അങ്ങ് മാറി. കണ്ടില്ലേ? ഞാൻ വളരെ എൻ്റെ കൺസേൺ കല്യാണം നടക്കുമോ എന്നുള്ളതല്ല, എൻ്റെ തലയിലെ സാധനം മറിഞ്ഞു പോവോ, എൻ്റെ സാരി കറക്റ്റാണോ, ഇതൊക്കെയാണ് എൻ്റെ ചിന്തകൾ മൊത്തം. കണ്ടില്ലേ? ആ നെറ്റാണെങ്കിലും അങ്ങോട്ട് സെറ്റാവുന്നില്ല. ഈ നെറ്റ് ഈ കഴിഞ്ഞ 2 മാസം മുന്നേ വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഡീക്ലട്ടർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതും ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്തു കേട്ടോ. അപ്പം ഇതിന് ശേഷം നോക്കിയോ, ഈ അച്ഛനുണ്ടല്ലോ, ഈ അച്ഛൻ പ്ലാപ്പള്ളി അച്ഛൻ ഞങ്ങളുടെ ഇടവകയിലുണ്ടായിരുന്ന അച്ഛനാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ഈ അച്ഛനെ കണ്ടത്. അത് കഴിഞ്ഞ് എനിക്കൊന്ന് 1 മാസത്തിനകത്ത് ഒരു ആക്സിഡൻറ്റിൽ അച്ഛൻ മരിച്ചു കേട്ടോ. അപ്പം എനിക്കിതൊക്കെ ഭയങ്കര ഒത്തിരി ഓർമ്മകളാണ് ഈ ഓരോരോ കാര്യത്തിനെ. ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചിരി മാറി. നോക്കി, കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉള്ള ചിരിയാണ്. കാരണം ബിജുവിൻ്റെ സൈഡിൽ നിന്നുള്ള ഫോട്ടോ എടുക്കുന്ന ആ ഫോട്ടോഗ്രാഫർ എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ തന്നായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ പല്ല് ഞാൻ പപ്പി പിടിക്കാറില്ല, മനസ്സിലായില്ലേ? അപ്പോഴത്തേക്കും തന്നെ കോൺഫിഡൻസ് ആയി. കണ്ട, ഓരോരുത്തരൊന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കംപ്ലീറ്റ് ആ ഒരു ഇത് മാറുന്നതേ. അപ്പോൾ അത് കഴിഞ്ഞത് അമ്മു ഏറ്റവും ഇളയ പെങ്ങളാണേ. ഒരു ബ്ലൂ തീമായിരുന്നു അന്ന്. അപ്പം പുള്ളിക്കാരിയാണ് ആദ്യം എനിക്ക് മാലയിടാൻ നിന്നത്. അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മു എൻ്റെ തലയിലെ നെറ്റ് താഴെ പോകരുതെന്ന് പറഞ്ഞപ്പോൾ അമ്മുന് പേടിയായി. ഇനി എങ്ങാനും ഞാനിട്ട് നെറ്റ്. അങ്ങനെ അവസാനം ആൾ തിരിഞ്ഞ് അപ്പുറത്ത് മറ്റേ പൊക്കമുള്ള കുട്ടി വന്നിട്ട് പുള്ളിക്കാരിയാണ് എനിക്ക് ഇതിടുന്നത്. കണ്ടോ, ഇച്ചിരി പൊക്കി സൂക്ഷിച്ചൊക്കെ ഇടണേ. ഞാൻ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിൽ വളരെ കേമിയായിരുന്നു അന്ന്. ഓവർ തിങ്കിങ് ആണ് കേട്ടോ. ആ സൈഡിൽ നിൽക്കുന്ന എൻ്റെ ഓഫീസിൽ നിന്നുള്ള ആൾക്കാർ, എൻ്റെ മീൻസ് ഞങ്ങളുടെ ഓഫീസിൽ നിന്നുള്ള ആൾക്കാർ ആ സൈഡിൽ നിൽക്കുന്നത്. ഇനി എന്തുള്ളത്? പിന്നെ സ്റ്റേജിൽ കയറിയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഈ സ്റ്റേജിൻ്റെ, ഞങ്ങളുടെ കല്യാണം തന്നെ ആദ്യമായിട്ടായതുകൊണ്ട് അച്ചാച്ചിക്ക് അമ്മച്ചിക്ക് ഇതിൻ്റെ പരിപാടികളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എനിക്ക് ഇതിലിഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാരെ ഒന്നും ഒരു മൈൻഡ് ഇല്ലാത്തതാണ് എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടി. കാരണം സ്റ്റേജിലോട്ടൊന്നും അങ്ങനെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മിക്ക ചടങ്ങുകൾക്ക് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ചെറുക്കൻ്റെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ സ്റ്റേജിൽ, പെണ്ണിൻ്റെ വീട്ടുകാരെ വിളിക്കത്ത് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ബിജുവിൻ്റെ വീട്ടിലോട്ടുള്ള സ്ഥലം, വീട്ടിലോട്ടുള്ള വഴി. അവിടെ നിന്ന് പിന്നെ വിളക്കൊക്കെ തന്ന് കുരിശൊക്കെ വരച്ച് അകത്തോട്ട് കയറ്റുകയാണ്. അപ്പോഴത്തേക്കും ഈ മന്ത്രകോടി ഉടുപ്പിച്ച് തന്നത് പെങ്ങന്മാരാണ് കേട്ടോ. ബിജുവിൻ്റെ മൂത്ത പെങ്ങളും മൂന്നാമത്തെ പെങ്ങൾ, അത് 2 പേരും കൂടെ നിന്നാണ് സാരി ഉടുപ്പിച്ച് തന്നത്. ഒരു മറ്റേ എക്സ്പ്രസ് സാരി ഉടുപ്പിക്കലായിരുന്നു കേട്ടോ. ഇങ്ങനെ എന്നിട്ട് ഈ സാരിയുടെ ഫ്രണ്ട് നന്നായിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്നെ ഒരു കറക്കി. നല്ല രസമായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു, ഇങ്ങനെയും സാരി ഉടുക്കാം. ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സാരി ഉടുക്കലായിരുന്നു. പക്ഷെ നന്നായിട്ട് തന്നെ അവർ ഉടുപ്പിച്ച്. പിന്നെ എനിക്ക് സാരി ഉടുത്തോണ്ട് നടക്കാനൊന്നും അങ്ങനെ അറിയത്തില്ല. ഞാൻ സാരിയൊക്കെ ഉടുത്തോണ്ട് ഓഫീസിലൊക്കെ പോകാറുണ്ടെങ്കിലും സ്റ്റെപ്പൊക്കെ കയറാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിൻ്റെ. പിന്നെ എനിക്ക് നിലവിളക്ക് മറ്റേ ഇത് ഊതിപ്പോവോ കെട്ടുപോവോ അങ്ങനെയൊക്കെയുള്ള, ഈ വീട്ടിൽ ഞാൻ ഓൾറെഡി വലതുകാല് വെച്ച് കയറിയതാണ് കേട്ടോ. ഇതെൻ്റെ 2ാമത്തെ വലതുകാലാണ്. കാരണം സജിൻ മരിച്ച സമയത്ത് ഞാനൊന്ന് വന്നതാണ് ഈ വീട്ടിൽ. വീടും സെറ്റപ്പും പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ട് പോയതാണ്. അന്ന് ബിജുവിന് കംപ്ലീറ്റ് ചിരിയായിരുന്നു. ഞാനാണെങ്കിൽ കംപ്ലീറ്റ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, എൻ്റെ ലൈഫ്, എൻ്റെ തലവിര എന്തായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ. ഇത് നമ്മുടെ അംബാസഡർ കാറാണ്. ഓക്കെ, ബിജുവിൻ്റെ ആ ഏരിയ മൊത്തം റബ്ബർ ആണ് കേട്ടോ. ഈ റബ്ബർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, ഭയങ്കര ചൂടാണ്. അപ്പം ഓക്കെ, അപ്പോൾ ഇവർ പോകുന്നു, തീർന്നു. കുറച്ച് ഫോട്ടോസ്. കാരണം എന്ത് രസമായിട്ടിരിക്കുന്നില്ലേ സാരിയൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാരി ഉടുപ്പിച്ചതും. പിന്നെ ഈ ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോസ്, അതുകൊണ്ട് ഈ ഫോട്ടോസൊക്കെ ഞാൻ അവസാനം ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോസാണ്.
ഇത് ഞങ്ങളുടെ ആ മറ്റേ വലിയ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഉള്ള ഷോ ആണ്. ഇത് ഞങ്ങളുടെ കൊച്ചിൻ്റെ ആദ്യത്തെ കൊച്ചിൻ്റെ മാമോദീസ. ഓക്കെ, ആ കൊച്ച് കുറച്ചും കൂടെ വലുതായതിന് ശേഷമുള്ള ഫോട്ടോ. അന്ന് പിന്നെ എല്ലാ പ്രാവശ്യവും ഈ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തോ, അന്ന് ഞാൻ ക്യാമറ വാങ്ങിച്ചു ആ സമയത്ത്. യെസ്, അന്നെങ്ങാണ്ടേ എന്തോ ഒരു റിവെഞ്ച് എടുത്ത് ഞാൻ വാങ്ങിക്കുന്നതാണ് ക്യാമറ കേട്ടോ. DSLR ക്യാമറയാണെന്ന് തോന്നുന്നു. ഞാൻ വാങ്ങിച്ചത് എനിക്കെന്തോ എടുക്കാനായിട്ട് ഞാൻ ആരോട് ചോദിച്ചപ്പോൾ ആരോ തന്നില്ല. അതിന് ശേഷം ഞാൻ പിന്നെ ഭാഷയ്ക്ക് പോയിട്ട് DSLR ക്യാമറ എടുത്തു. അത് അന്ന കുഞ്ഞിറങ്ങുന്ന സമയത്ത് 29,000 രൂപയ്ക്ക് ഞാൻ പോയി അങ്ങ് എടുത്തു. അതിപ്പോൾ പൂപ്പിൽ പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം അന്ന എടുത്തോണ്ട് കിടപ്പുണ്ട്. അതൊക്കെ നമ്മുടെ അന്നക്കുട്ടി ഓരോരോ സ്റ്റേജസ് ആണ്. ഇതെല്ലാം ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ പുറത്തോട്ട് പോകാൻ ഒരുങ്ങി കഴിയുമ്പോഴോ എടുക്കുന്ന ഒരു ഫോട്ടോയാണ്. ഇപ്പം അങ്ങനെ ഫോട്ടോ എടുക്കാറില്ല. ഇപ്പം ഫോട്ടോ കിട്ടാറേ ഇല്ല. ഇത് കൊച്ചിൻ്റെ മാമോദീസ, ആനിയുടെ മാമോദീസയുടെ സമയത്തായിട്ടാണ് ഞാൻ മാമോദീസ ഡ്രസ്സൊക്കെ തയ്ച്ചു തുടങ്ങിയതും പിന്നീട് നമ്മൾ ഈ ബിസിനസ്സിലോട്ട്, ഈ തയ്യൽ ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങുന്നത്. ഇതൊക്കെ ഞാൻ തയ്ച്ച ചുരിദാർ തന്നെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് കാണാം.